ഒബ്രോഡ് മാളിലെ ഫുഡ് കോർട്ടിലെ ഏറ്റവും അവസാനത്തെ സീറ്റ് അതായിരുന്നു RDXന്റെ തുടക്കം. RDXന്റെ ഇപ്പൊ കാണുന്ന വേർഷനിലേക്ക് ഞങ്ങൾ എത്തിയത് അവിടെ നിന്നാണ്. നായകൻ ട്രെയിനിൽ കണ്ടുമുട്ടുന്നു, ട്രെയിന് ബഡ്ജറ്റ് റെയിൽവേ ഒരു ബസ്സിൽ കണ്ടുമുട്ടുന്നു. അപ്പോൾ പിന്നെ നോക്കുമ്പോൾ ബസ് KSRTC അതും പാടാണ്, പ്രൈവറ്റ് ബസ്സിൽ കണ്ടുമുട്ടുന്നു. അവസാനം അങ്ങനെ ചെയ്യാറുണ്ട്. എന്നെ ബോൾസിനെയും വെരി ഓണസ്റ്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ നെയ്മറിന്റെ ഞങ്ങളുടെ പ്രസിന്റെ അവിടെ നിന്ന് ഞങ്ങളെ ഇൻസൾട്ട് ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. സീരിയസ്ലി അലങ്കളുണ്ട്, നരേനുണ്ട്, അജുണ്ട്. ഒരു ചെയർ ഇവിടെ നോക്കിയോ, ചെയർ പറിക്കുക. ചേട്ടാ എന്തിനാട്ടാ ചെയർ? ചേട്ടൻ്റെ അടുത്ത് ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ കൂടുതൽ ചമ്മൽ പറയണ്ട. അപ്പോൾ അതേ മീഡിയക്കാർ അവസാനം നമ്മുടെ കണ്ണൂർ സ്കോഡ് വന്നപ്പോൾ നമുക്ക് ചേരിട്ട് ചേട്ടാ വന്നിരിക്കുന്നു. അച്ഛന് ലോട്ടറി വിൽപ്പനയാണ്. അപ്പോൾ ഈ ഓസ്കാറിനൊക്കെ പോയപ്പോൾ അച്ഛന് ഈ ഓസ്കാർ എന്താണെന്ന് സംഭവം അറിയത്തില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ജംഗ്ഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ അച്ഛൻ്റെ വന്ന് കൈ കൊടുക്കുകയാണ്, കൺഗ്രാറ്റ്സ്. അച്ഛനോട് ചോദിക്കാം, എന്താണ് മോനെ ഇവരെല്ലാവരും വന്ന് കൈ തരുന്നത്? അവർ അച്ഛൻ ഓസ്കാർ അത് സംഭവം. നിങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് അല്ലേ? അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമോ? RDX ഷൂട്ട് കഴിഞ്ഞപ്പോഴാണ് ഇവനാണ് RDX എഴുതിയത്. പലപ്പോഴും പറയും എവിടെയോ ASISP വഴക്ക് പറഞ്ഞത് എന്നെ പേടിപ്പിച്ച് നിർത്തുക. ഞാൻ പറഞ്ഞു നമുക്ക് അതുകൊണ്ടാണ് കുട്ടേട്ടൻ അവസാനം പറഞ്ഞത്, സാറേ ജോർജിൻ്റെ ആ സമയത്തുള്ള അഗ്രഷൻ സാറ് കാര്യമായിട്ട് എടുക്കരുത്. ഇപ്പോൾ ഇയാൾ ബേസിക്കലി ഒരു സാത്വികനായ ഒരു മനുഷ്യനാണ്, ചോടൻ എന്നൊക്കെ പറഞ്ഞു. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. നമ്മളൊരു കണ്ടന്റ് എഴുതും. ഇപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട സമയം എന്ന് പറയുന്ന ഒരു 1.5 വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും ആ പ്രോജക്റ്റിനൂടെ. അപ്പം ആ 1.5 വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമുക്കൊരു റെമ്യൂണറേഷൻ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. Writers Club brought to you by Quality Food Products. ഈ വർഷം മലയാളത്തിൽ സൂപ്പർ ഹിറ്റായി ഓടിയ ഒരുപാട് സിനിമകളുണ്ട്. ആ സിനിമകളുടെയൊക്കെ എഴുത്തുകാരാണ് എൻ്റെ കൂടെയുള്ളത്. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ എഴുത്തുകാരൊക്കെ, അതായത് സൂപ്പർ ഹിറ്റായ സിനിമയുടെ എഴുത്തുകാരൊക്കെ ഇരട്ടകളാണ്, അല്ലേ? ഇരട്ട എഴുത്തുകാരല്ലേ? ഇതിൻ്റെ ഗുണം എന്താ ശരിക്കും? ഒരാൾ എഴുതുന്നു, രണ്ടാൾ എഴുതുന്നുള്ളൂ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഒരാൾ മാത്രമാണ്, ഒരാളുടെ ക്രിയേറ്റിവിറ്റി ആണല്ലോ വരുന്നത്. ഇതൊരു ഗീവ് ആൻഡ് ടേക്ക് നടക്കും, വഴക്കുണ്ടാവും, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ഈ പണ്ട് ബോബി സഞ്ജയ് ചേട്ടനോട് ഈ കാര്യം ഒരു ഇൻ്റർവ്യൂവിൽ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞൊരു പോയിൻ്റാണ്, ഭയങ്കര വാലിഡ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അതായത് രണ്ടുപേരും ഒരേ മൈൻഡിൽ ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരാൾ എഴുതിയാൽ പോരെ, എന്തിനാണ് രണ്ടുപേരും എഴുതുന്നത്? ഇത് രണ്ടുപേരാകുമ്പം രണ്ടുപേരുടെ സൈഡിൽ നിന്നുള്ളൊരു POV വരും, രണ്ടുപേരുടെ സൈഡിൽ നിന്നുള്ളൊരു എഴുത്ത് വരും. അതെപ്പോഴും ഒരു നല്ല ട്രെൻഡായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മളൊരു ചളിസീം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ആളുകൾ അത് കൊള്ളൂല എന്ന് പറയും. അത് ഫ്രണ്ട്സ് ആയതുകൊണ്ടുള്ളൊരു ലിബർട്ടിയാണത്. അപ്പം ഇപ്പോൾ എനിക്കൊന്ന് ഇരിക്കുന്ന എല്ലാ ആൾക്കാരും സിനിമ എന്ന് പറയുമ്പോൾ തിരക്കഥ എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് പടം ചെയ്താണ്. ഇപ്പം ആദർശം ഒരേ സമയം ഒരു വർഷം തന്നെ 3 പടം വന്നു. ബാക്കി എല്ലാവരെയും സംബന്ധിച്ചുള്ള ഫസ്റ്റ് പടങ്ങളാണ് ഈ വർഷം വന്നേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഇരട്ട എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഗീവ് ആൻഡ് ടേക്ക് കൊടുക്കുന്ന ഒരു ഫ്രീഡം ഉണ്ട്. അത് അവരുടെ കോ-റൈറ്ററുമായിട്ട് കൊടുക്കുന്നൊരു ഫ്രീഡം ഉണ്ട്. അതൊരു ഭയങ്കര പോയിന്റായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം 2 പേരെന്ന് വരുന്നത്. ഇച്ചിരി ഈസി ആവും പ്രോസസ്സ്. മൈനസ് എന്താ? നമ്മളിപ്പോ ഒരു സീന് നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതായിരിക്കും പറയുന്നത്. അപ്പൊ ക്രിഞ്ച് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നടക്കും. ഇപ്പൊ മറ്റേ കൊള്ളില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് അന്നേരം ശിവനോട് കൂടെ അടിച്ചാൽ ശരിയാവില്ല, ആ തോന്നലൊക്കെ വന്നേക്കാം, അത് സ്വാഭാവികമായിട്ട് വരും. പക്ഷെങ്കിൽ അത് സിനിമയുടെ ഒരു കാര്യത്തിലേക്ക് വരും. നമ്മൾ ഓവറോൾ സ്ക്രിപ്റ്റ് എടുത്ത് കഴിയുമ്പോൾ ആ വൈകുന്നേരം ആകുമ്പോൾ അത് കഴിയും. ആ ഒരു സംഭവമാണല്ല, മൈനസ് ആയിട്ട് വരാൻ എനിക്ക് തോന്നുന്നില്ല ആരും അങ്ങനെ അഫക്ട്. അഖിൽ പറഞ്ഞ പോലെ തന്നെ വഴക്കാണ്. അതിനകത്ത് ഞാൻ വഴക്കുണ്ടാക്കുമ്പോൾ എപ്പോഴും വിട്ടുതരുന്ന ഇവനാണ്. ഇവൻ മാക്സിമം വഴക്കുണ്ടാക്കാറില്ല, അവൻ വഴക്കുണ്ടാക്കാറില്ല. ഞാൻ വഴക്കുണ്ടാക്കുമ്പോൾ ഒരു അനുജനെ പോലെ തന്നെ പലപ്പോഴും വിട്ട് നിന്ന് പറഞ്ഞ് ഞാൻ എന്തെങ്കിലും പിന്നെ ഞാൻ ചോദിക്കും, മേഡം നീ എന്താണ് ആ സമയത്ത് അങ്ങനെ എന്ന് എനിക്ക് പറയുന്നില്ല, അല്ലാട്ടെ എൻ്റെ മനസ്സിൽ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയും. പിന്നെ നമ്മളെല്ലാ എഴുത്തുകാരൻ്റെ ഉള്ളിലും ഒരു കള്ളനുണ്ടല്ലോ, അതുകൊണ്ട് അവൻ്റെ ഒരു കുഞ്ഞു കള്ളത്തരമായിട്ട് ഞാൻ ചിലപ്പോൾ ക്ഷമിക്കും, എൻ്റെ കള്ളത്തരമായിട്ട് അവൻ ചിലപ്പോൾ ക്ഷമിക്കും. പിന്നെ നമ്മൾ ഈ പൊതുവെ നടന്മാരെ പറഞ്ഞ് മനസ്സിലാക്കി, ഞാൻ നടനാണെങ്കിൽ പോലും ഈ നടന്മാരെ പറഞ്ഞ് മനസ്സിലാക്കി പലപ്പോഴും മറ്റേ നമ്മൾ ശരിക്കും പറഞ്ഞൊരു ഇതാണല്ലോ ഒരു അച്ചൽ ചാടിക്കുക എന്നുള്ളതേ. ചിലർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പം ഞാൻ ഇത്തവണയാണത് ശരിക്കും പറഞ്ഞാൽ പല നടന്മാരും പല എഴുത്തുകാരും നടന്മാരെ പ്രാന്ത് ഞാൻ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ. പക്ഷെ ഇത് ഇപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഒരു ആസ്പെക്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. ഓക്കെ, ചിലത് എഴുതുമ്പോൾ ഇന്ന നടൻ വേണം, പുള്ളിക്കാരൻ്റെ ഡയലോഗ് പുള്ളിക്കാരൻ്റെ മോഡുലേഷനിലൊക്കെ പറഞ്ഞു എഴുതുമോ? ആദർശന് മിമിക്രി അറിയാവുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ഗുണം ഭയങ്കരമായിട്ട് അടിപൊളിയുണ്ട്. ആണോ? RDX ഒക്കെ എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും ചില ആക്ടേഴ്സിന്റെ ഇപ്പൊ ബൈജു ചേട്ടൻ, ലാൽ സാറ് ഒക്കെ നമ്മൾ കാസ്റ്റ് ചെയ്തതിന് ശേഷം സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നിട്ടുള്ള മാറ്റങ്ങളും അല്ലെങ്കിൽ അവരുടെ അടുത്ത് കഥ പറഞ്ഞതിന് ശേഷം ഉണ്ടാവുന്ന സ്ക്രിപ്റ്റിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ പറഞ്ഞ് അങ്ങനെ വർക്കൗട്ട് ചെയ്യാറുണ്ട് അവരുടെ ഒരു മീറ്ററിലൊക്കെ പരിപാടികൾക്കൊക്കെ.
പോൾസൺ ഇപ്പൊ രണ്ടുപേരും എഴുതാണ്. പോൾസൺ കൃത്യമായിട്ടും രാവിലെ 6 മണിക്ക് എഴുതാൻ തുടങ്ങാം, 12 മണിയാകുമ്പോൾ എഴുത്ത് നിർത്താം, അങ്ങനെ കൃത്യമായിട്ടൊരു ടൈമൊക്കെ വെച്ച് എഴുതുന്നതാണ്. അങ്ങനെയല്ല, കാതൽ കുറച്ചുകൂടെ ഡിസിപ്ലിൻ ആയിട്ട് എഴുതി പോയത്. ഒരു ദിവസം ഞാനൊരു സീൻ എഴുതി, ഞാനൊരു സീൻ എഴുതി, അങ്ങനെ വർക്കൗട്ട് ചെയ്തു. അങ്ങനെ എഴുതി ടൈം ടേബിൾ പ്രകാരം ദിവസം കണ്ട് നമ്മൾ എഴുതി തീർത്ത സ്ക്രിപ്റ്റ് ആയിരുന്നു. പിന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അല്ല, ഇപ്പൊ നെയ്മർ ഞങ്ങൾ ഒരുമിച്ച് ആയിരുന്നു വേറെ രീതിക്ക് എഴുതുന്നത്, അല്ലാതെ അങ്ങനെയൊന്നുമില്ല. അല്ല, പോൾസന്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവന് പഠിക്കുന്ന കാലം മുതലേ നല്ലൊരു വിദ്യാർത്ഥി ആയിരുന്നുകൊണ്ടുള്ള സാധനമാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ തോന്നിയണം ഉള്ള പരിപാടി. പോൾസൺ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥിയാ. അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ വൃത്തിയായിട്ട് കൃത്യസമയത്ത് പഠിക്കുക. നമ്മൾ തോന്നിയണം പരിപാടി ആയതുകൊണ്ട്. പക്ഷെ കാതൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ചിട്ടയായിട്ടാ പോയേ. കാരണം അത് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് എടുത്തൊരു ഡിസിഷനാണ്. നമുക്ക് ഇത്രയും കൃത്യമായിട്ടൊരു ദിവസം ഇത്ര പരിപാടികൾ ചെയ്യണം, ഇത്ര സീനുകൾ കവർ ചെയ്യണം. അപ്പോൾ അത് രണ്ടുപേരും തമ്മിലുള്ളൊരു അറിഞ്ഞറിയാതൊരു മത്സരം നടക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു ടീച്ചറിൻ്റെ അടുത്ത് ഹോംവർക്ക് സബ്മിറ്റ് ചെയ്യുന്ന പോലെ എൻഡ് ഓഫ് ദി ഡേ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തില്ലെങ്കിൽ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബുദ്ധിമുട്ടാവുന്ന എക്സ്ക്യൂസ് പറയേണ്ട സാഹചര്യം ഉണ്ടാവരുതെന്നുള്ളൊരു ഇത് വരുന്നതുകൊണ്ട് നല്ല രീതിയിൽ പോയൊരു പ്രോസസ്സാണ് അത്. രസമായിരുന്നു അത്. നിങ്ങൾക്ക് എഴുതാൻ ആലുവ വീടുണ്ട് ഉണ്ടായിരുന്നു. ശരിക്കും അങ്ങനെ കൃത്യമായ ഒരു സ്ഥലമൊക്കെ ഉണ്ടോ എല്ലാവർക്കും എഴുതാൻ വേണ്ടി? പണ്ട് നമ്മൾ മയൂര പാർക്ക്, ഷൊർണൂർ ഗസ്റ്റ് ഹൗസ്, മറ്റേ മഹാറാണി ഹോട്ടൽ എന്നൊക്കെ കിട്ടുന്നത്, അങ്ങനെ ഉണ്ടോ ഒരു ഭാഗ്യ എഴുത്ത് സ്ഥലമുണ്ടോ? നിങ്ങൾക്ക് ഭാഗ്യ എഴുത്താണോ അത് ഭാഗ്യം കൊണ്ടുവന്നു. അന്നുണ്ട് ഞങ്ങളുടെ സിനിമാട്ടോഗ്രാഫർ, ഞങ്ങളുടെ പടത്തിലെ ക്യാമറമാൻ റാഹിലിൻ്റെ ഒരു ഹബ്ബ് ഉണ്ടായിരുന്നു. ആ ഹബിനകത്ത് ഒരു സെറ്റിയാണ്. സെറ്റിയുടെ മുകളിൽ മിക്കവാറും ഉയരം കൂടി ഇവനായിരിക്കും മുകളിലിരിക്കുന്നത്. കാരണം അവന് ഇരുന്ന് ചമ്രം പടഞ്ഞിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട്. പിന്നെ കുള്ളന്മാരായി ഞാനും റാഹിലും താഴെയാണ്. പിന്നെ റോബി നമ്മൾ ആദ്യമേ മൂലയ്ക്കാക്കി. പിന്നെ അതിനെല്ലാം കൂടിയുള്ള ഷൂട്ടിംഗ് സെറ്റ് ലൊക്കേഷൻ വേറെ തന്നു, വേറെ കാര്യം. പക്ഷേ അങ്ങനെ നമ്മുടെ അവിടെ ഒരു എഴുത്ത്. പിന്നെ എൻ്റെ വീടിൻ്റെ മുകൾ ഭാഗം നമ്മൾ തുറസായ സ്ഥലമാണ്, മുകളിലോടൊക്കെ ഇട്ടുള്ള ഭയങ്കര ഒരു ഇതെല്ലാം. ഞങ്ങൾ എഴുതാൻ തുടങ്ങിയപ്പോൾ 3 വീടുകൾ ഓപ്പോസിറ്റ് ഫൗണ്ടേഷനായിരുന്നു. എഴുതി കഴിഞ്ഞപ്പോഴേക്കും ആ 3 വീട്ടിലും പെരവാർപ്പ് കഴിഞ്ഞു. എല്ലാവരും വീട്ടിൽ കയറി താമസം തുടങ്ങി. അപ്പോഴെങ്കിലും അല്ല, പിന്നെ എപ്പോഴെങ്കിലും പിന്നെ പടം തുടങ്ങി. പടം തുടങ്ങി. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അത് അത്ര എളുപ്പമുള്ള ഒരു പരിപാടിയല്ല. കാരണം എല്ലാവരും പല സ്ഥലത്തായിരിക്കും. ഞാൻ മനുഷ്യൻ്റെ സമയത്ത് ഞങ്ങൾ ബാംഗ്ലൂർ ഒരുമിച്ചുണ്ടായിരുന്നെങ്കിലും പിന്നെ രണ്ടും വഴിക്കുക. ചേട്ടൻ ജോലിക്ക് പോകും, ഞാൻ കൊച്ചിയിലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫോണിക്കുള്ള ഒരു എഴുത്താണ് ബേസിക്കലി നടക്കുന്നത്. ഡിസ്കസ് ചെയ്യുക, എഴുതുക എന്നുള്ളതേ നടക്കത്തുള്ളൂ. പിന്നെ രണ്ടുപേരും പേന എടുത്തിട്ട് ഒരു സീൻ എഴുതി, സീൻ 9 ഒരാൾ എഴുതി, സീൻ 9 മേലേക്ക് അയാൾ എഴുതുന്ന സാധനം നടക്കില്ല. ഡിസ്കസ് ചെയ്തിട്ട് സീൻ 9 ഇങ്ങനെ പോകാം, അല്ലെങ്കിൽ സീൻ 10 ഇങ്ങനെ പോകാന്നുള്ള ഡിസ്കസ് ചെയ്തിട്ട് ഒരാൾ എഴുതുക, അല്ലെങ്കിൽ ഒരാൾ ടൈപ്പ് ചെയ്യുക എന്നുള്ള പ്രോസസ്സേ കൂടുതലും നടക്കത്തുള്ളൂ. നമ്മുടെ ഇവിടെ ഒരു ടൈം ലൈൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എൻജോയ് ചെയ്ത് സമയമെടുത്ത് അങ്ങനെ എഴുതാനുള്ള ഒരു സൗകര്യം കിട്ടിയായിരുന്നു. ആർഡിക്സിന്റെ സമയത്ത് ഞങ്ങൾക്ക് ഇപ്പോൾ ഒബ്രോൺ മാളിലെ ഫുഡ് കോർട്ടിലെ ഏറ്റവും അവസാനത്തെ സീറ്റ് അതായിരുന്നു ആർഡിക്സിന്റെ തുടക്കം. ആർഡിക്സിന്റെ ഇപ്പൊ കാണുന്ന വേർഷനിലേക്ക് ഞങ്ങൾ എത്തിയത് അവിടെ നിന്നാ. ഞങ്ങൾ രാവിലെ തുറക്കുമ്പോൾ ഒരു 10 മണിയാകുമ്പോൾ അവിടെ പോയി ഇരിക്കും, വൈകിട്ട് ഒരു 5 മണി വരെ ഒരു സാധനം മേടിക്കില്ല. അവസാനം അവിടെയുള്ള ഒരു സ്റ്റാഫ് ഞങ്ങൾക്ക് കൊണ്ടുവന്ന് ചായയൊക്കെ തരാൻ തുടങ്ങി. അത് ഇവനെന്താ വെച്ചാൽ ഞാൻ നേരത്തെ ഈ ചാനൽസിലൊക്കെ ഉണ്ടായിരുന്ന ഇവൻ എന്റെ ഷോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവൻ എന്റെ അടുത്ത് ഒന്ന് വർത്താനം പറയും, ചേട്ടാ അടിപൊളിയായിരുന്നു, ആ എപ്പിസോഡ് നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ ഇവന് എന്നോട് ഒരു ചെറിയ സോഫ്റ്റ് കോൺട്രോൾ ആയിരുന്നുകൊണ്ട് ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോൾ ഇവന് സങ്കടം തോന്നി. ഇത് നമ്മളൊന്നും മേടിക്കണില്ല, ഒന്നും മേടിക്കണില്ല. അപ്പൊ ആകെ മേടിക്കുന്ന എന്തോ 70 രൂപ എന്തോ കൊടുത്ത് കഴിഞ്ഞാൽ അവക്കാടോടെ ഒരു ഷെയ്ക്ക് കിട്ടും ഉച്ചയാകുമ്പോ. 20 രൂപയ്ക്ക് ചായ കാപ്പി കിട്ടും. കാപ്പി ഇവൻ കുടിക്കില്ലാത്ത ഞാൻ മേടിക്കില്ല. അത് കാരണം കൊണ്ടാണ്. ഒരാൾ കുടിക്കില്ലാത്ത സാധനം നമ്മളങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോൾ ചെയ്യില്ല. അപ്പോൾ ഉച്ചയ്ക്ക് ഈ പറഞ്ഞ 70 രൂപയുടെ അവക്കാടോടെ ഷെയ്ക്ക് അടിക്കണം. അപ്പോൾ ഈ മച്ചാൻ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ചായ കൊണ്ടുവന്നു. പിന്നെ അത് വടയായി. പിന്നെ ഞങ്ങൾ പറഞ്ഞു വേണ്ട. ഒരു ഭാഗ്യസ്ഥലമായിരുന്നു കേട്ടോ ശരിക്കും ഈ പറഞ്ഞ ഒബ്രോൺ മാള്. ഇപ്പം ഞങ്ങളുടെ കേസിലാണെങ്കിലും കാതൽ സ്റ്റാർട്ട് ചെയ്തത് മൂവാറ്റുപുഴയിലെ ഗ്രാൻഡ് സെൻട്രൽ മാളിലാണ്. അതും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹബ്ബാണ്. അടിപൊളി. അടുത്ത പടം ഒബ്രോൺ എന്നായിരിക്കും പ്ലാൻ? അറിയില്ല. ഗ്രാൻഡ് സെൻട്രൽ മാളിലെ ഹെലൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് കഥ പറഞ്ഞു. പിന്നെ മേഡം പറഞ്ഞ് ഫ്ലാറ്റ് എടുത്തോളാം. പിന്നെ അവിടെയായിരുന്നു. ഈ എല്ലാ റൈറ്റേഴ്സും ഈ ഫസ്റ്റ് സ്റ്റേജാണ് പ്രശ്നം. നമ്മളൊരു കഥയിലേക്ക് എത്തി. ഇപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പുതിയ ആൾക്കാരായതുകൊണ്ട് ഒബ്രോൺ മാളിൽ ആദർശിരുന്നു പറയുന്നതിൻ്റെ തൊട്ട് നമ്മളും കുറേ കാലം അവിടെ ഇരുന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ മറ്റ് കഥകൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ ഇരുന്നിട്ടുണ്ട്. പിന്നെ കുറേ കാലം വൈകുന്നേരം ആകുമ്പോൾ സ്റ്റേഡിയം കൊണ്ട് പോയി. ഇപ്പോഴും വൈകുന്നേരം സ്റ്റേഡിയം കൊണ്ട് പോയാൽ നമ്മുടെ സിനിമ സുഹൃത്തുക്കളുണ്ട്. ഇപ്പോഴും നമ്മൾ ചുമ്മാ ഒബ്രോൺ മാളിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ അതേപോലെ അപ്പുറത്തെ ടേബിളിൽ ഇരിക്കുമ്പോൾ ആൾക്കാർ ഇരിക്കുന്ന കാണാം. അതൊരു ഇവിടെ എനിക്കൊന്ന് കൊച്ചിയിലധികം ഈ പറയുന്ന സാധാരണക്കാരായ സിനിമക്കാർക്ക് അല്ലെങ്കിൽ ആസ്പയറിംഗ് ഫിലിം മേക്കേഴ്സിന് എനിക്ക് ഒരു സ്പേസ് കുറവായതുകൊണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ആൾക്കാർ മൂവ് ചെയ്യുന്നതാണ്. ഈ ഇത്ര സമയം കൊണ്ട് എഴുതി തീർക്കണം എന്ന് പറയുമ്പോൾ ഭയങ്കര റിസ്ക് അല്ലേ? ഒബിയസ്ലി എനിക്കെന്തായാലും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇതുവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് അതുപോലെ തന്നെ. നമ്മൾ ആദ്യം ഒരു കഥയൊക്കെ എഴുതി ആരെങ്കിലുമൊക്കെ മനസ്സിൽ കണ്ട്
ഒക്കെ എഴുതി ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ട് ഏതെങ്കിലും ആരെങ്കിലും അപ്രോച്ച് ചെയ്യാമെന്നുള്ളൊരു സിറ്റുവേഷനാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ കണ്ണൂർ സ്ക്വാഡ് അതുമാത്രമേ ഇപ്പോൾ എഴുതിയിട്ടുള്ളൂ നിലവിൽ. ഇപ്പോൾ കണ്ണൂർ സ്ക്വാഡ് ഞങ്ങൾ ഇപ്പോൾ റോണിച്ചേട്ടൻ പറഞ്ഞ പോലെ റാഹിലിൻ്റെ അടുത്ത് എത്തുന്നേക്കാൾ മുമ്പ് റാഹിലിൻ്റെ അടുത്തേക്ക് എത്തുന്നത് ഞങ്ങൾ സാറിനോട് കഥ പറഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ അതിനു മുമ്പ് ഫസ്റ്റ് കോവിഡ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, വീട്ടിൽ വെറുതെ ഇരിക്കുന്നു, പടം കാണുന്നു, എഴുതുന്നു, നേരെ റോണിച്ചേട്ടനെ അയച്ചു കൊടുക്കുന്നു, പിന്നെ സൂം മീറ്റിങ്ങിലിരിക്കുന്നു. അതായിരുന്നു പരിപാടി രാവിലെ. അത് ഇവർ പറഞ്ഞ പോലെ തന്നെ അന്ന് വേറെ പരിപാടികൾ ഇല്ലാത്തതുകൊണ്ട് പുറത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റില്ലാത്തതുകൊണ്ട് അതും ഏകദേശം ഒരു 35 ദിവസം കൊണ്ട് മൊത്തം ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതി കഴിയാൻ പറ്റി. ഈ എഴുത്തുകാർ കോവിഡ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടല്ലേ? പിന്നെ എത്ര കഥ എഴുതി കുട്ടി. പക്ഷെ അതിന്റെ വേറെ ഡിഫക്റ്റും ഉണ്ട്. എല്ലാവരും എല്ലാ പടവും കഥകളൊക്കെ കണ്ടു കഴിഞ്ഞു. പുതിയ ഇത് മറ്റേ പടത്തിൽ സാധാരണക്കാരും വന്ന് വിളിച്ചു പറയും പോയി അതും പോയി. അപ്പൊ ഈ കോവിഡിന്റെ ആ ഒരു സൈഡിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ആൾക്കാരെല്ലാ സിനിമകളെല്ലാം കണ്ടു, സീരീസുകളെല്ലാം കണ്ടു, കണ്ടന്റുകളെല്ലാം ഭയങ്കര പ്രശ്നമാണ്. ഒന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. ഇപ്പോഴും ചില ആൾക്കാർ ചില പടം ഇതാ മറ്റേ പടം അങ്ങനെ ഒരു പടം, അങ്ങനെ ആൾക്കാർ ഇതെല്ലാം മലയാളം ഒന്നുമല്ല പറയാ, മലയാളം ഹിന്ദി ഒന്നും അല്ല, ഇറ്റാലിയൻ, കൊറിയൻ, സ്പാനിഷ്. നമ്മൾ ചിന്തിക്കുന്നത് ഇറാനിയൻ പടത്തിൽ വന്നു, കൊള്ളാം, അപ്പൊ ഓക്കെ നമ്മുടെ ട്രാക്ക് ശരിയാണെന്നുള്ള സാധനം. അങ്ങനെ എഴുതിയത് മാറ്റി വെച്ചിട്ടുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും നമ്മൾ പണ്ട് ശ്രീനിവാസ് സാർ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യാത്ത പടങ്ങളാണ് നമ്മുടെ സംഭാവന എന്ന് പറഞ്ഞ പോലെ ചെയ്തിട്ട് അതിപ്പോ ഇനി ഇറക്കിയാൽ വർക്കാവൂല, അല്ലെങ്കിൽ ഈ കഥയൊക്കെ വേറെ എവിടെയോ വന്നു പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ടാവല്ലോ, അങ്ങനെ മാറ്റി വെച്ചേക്കുന്ന കഥകളും ഉണ്ട്. വേറെ സാധനം എഴുതിയത് ഫസ്റ്റ് ഹാഫ് മൊത്തം മാറ്റേണ്ടി വന്നു, ഓൾറെഡി ഒരു പടത്തിനകത്ത് വന്നത് കാരണം. പിന്നെ ഇപ്പൊ ഏറ്റവും പ്രശ്നം ഇപ്പൊ നമ്മളെല്ലാവരും ഒരേ എൻവോൺമെന്റിൽ വളരുന്ന ആൾക്കാരാണ്. ഇപ്പൊ എന്റെ തോട്ട് പ്രോസസ്സും ആദർശിന്റെയും ഷബാസിന്റെയും അഖിലിന്റെയും എല്ലാം ഒരേ പ്രോസസ്സിൽ ഒരേ കാഴ്ചകൾ കണ്ട് ഒരേ ആൾക്കാരെ കൊണ്ട് ഇന്ററാക്ട് ചെയ്ത് ഞങ്ങളെല്ലാം ഏകദേശം സോഷ്യൽ മീഡിയ കൂടി അറിയാവുന്ന ആൾക്കാരാണ് നേരത്തെ തൊട്ടെ. അപ്പൊ ഇങ്ങനെ അറിയാവുന്ന ആൾക്കാരുണ്ട്, നമ്മൾ കാണുന്ന, സംസാരിക്കുന്ന, വായിക്കുന്ന വാർത്തകളെല്ലാം ഒന്നായുണ്ട്, ചിന്തയൊക്കെ ഏകദേശം ഒരേപോലെയൊക്കെ പോയേക്കാം. അപ്പം നമ്മൾ ഒരേ കഥകൾ ചിന്തിച്ചെന്ന് വരാം. ഇപ്പോൾ എൻ്റെ എഴുതുന്നൊരു സീൻ ചിലപ്പം ഒട്ടുമേ അറിയാത്ത ഇവരുടെ പടത്തിൽ വന്നിരിക്കുക. ഇപ്പം ഞാനൊരു പടത്തിൽ എഴുതിയ ക്ലൈമാക്സിൻ്റെ ഒരു പോർഷൻ RDXന്റെ പടത്തിൻ്റെ പോർഷനിലുണ്ട്, ഞാൻ ഇതുവരെ ഷബാസിനോട് പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ ഹാപ്പിയാണ്, ഓക്കെ അത് വർക്ക് ആവുന്നുണ്ട്, നമുക്ക് മാറ്റി എഴുതാന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളത്. എങ്ങനെ എഴുത്തിന്റെ രീതി എങ്ങനെയാ? ടൈപ്പ് ചെയ്യോ അല്ല കുത്തിയിരുന്ന് പേപ്പറിൽ എഴുതോ? പണ്ടൊക്കെ പേപ്പറിലായിരുന്നു, ഇപ്പൊ ഈ പറഞ്ഞ പോലെ മൊബൈൽ കിട്ടി കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പൊ എന്തെങ്കിലും ഐഡിയ കിട്ടും. ഞങ്ങൾ RDX മൊത്തം എഴുതിയത് ഞങ്ങളുടെ മൊബൈലിലാണ്. ഒരു പേപ്പർ സീൻ. ഇത് ആദർശ് പറഞ്ഞ പോലെ തന്നെ ഷാഫിക്ക് മൊബൈലാണ് താല്പര്യം, എനിക്ക് A4 പേപ്പറിൽ എഴുതണം. ഫസ്റ്റ് ഡ്രാഫ്റ്റ് മൊത്തം മൊബൈലിലായിരുന്നു. കാതലും നെയ്മറും നമ്മൾ പേപ്പറിലല്ല, ഫൈനൽ സംഭവങ്ങളൊക്കെ ഫുള്ള് എനിക്ക് പേപ്പറിൽ അത് എനിക്കൊരു ഇതുമില്ല, കാരണം എന്തെങ്കിലും അക്ഷരങ്ങൾ മാറ്റണം. കുറെ ഡയറീസ് ഉണ്ട്, മമ്മൂക്കടുത്ത് കാണാൻ പോകുമ്പോൾ തന്നെ കുറെ ഡയറി. നമ്മൾ ഈ ഫോണിൽ എഴുതിയുള്ള ഗുണം എന്ന് പറയുന്നത് നമുക്ക് റീറൈറ്റ് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. നമ്മളൊരു പേപ്പർ എഴുതിയിട്ട് ചിലപ്പോൾ നമുക്ക് നടുക്ക് ഇങ്ങനെ വെട്ടുമ്പോൾ ചിലപ്പോൾ നമുക്ക് മൊത്തം വർക്കല്ലാത്ത പോലെ ഫീൽ ചെയ്യും. അത് പ്രശ്നമാണ്. നമുക്ക് ഈ എഴുതി കഴിഞ്ഞാൽ ഇത് ടൈപ്പ് ചെയ്യണം, എവിടെയെങ്കിലും കൊണ്ടുപോകണം ടൈപ്പ് ചെയ്യണം. അപ്പോൾ ആ മടി ഒഴിവാക്കാൻ വേണ്ടി ഇപ്പം നേരിട്ട് ലാപ്ടോപ്പ് ശീലിച്ചുകൊണ്ട് ഇപ്പോൾ ഫുൾ ടൈം എവിടെ പോയാലും ലാപ്ടോപ്പ് ഉണ്ടാവും. ഇപ്പൊ അതിന് ടാബ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് എല്ലാവരും. ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോഴും കാറിൽ ബാഗിൽ ലാപ്ടോപ്പ് ഇരിപ്പുണ്ട്, അത് നമ്മുടെ തോളത്തായി ആ സാധനം, ആ ശീലമുണ്ട്. എങ്ങനെ വിനീത് ശ്രീനിവാസൻ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് തോട്ട് വരുന്ന സമയത്ത് അപ്പോൾ വാട്സപ്പിലേക്ക് തന്നെ നോട്ടിലെല്ലാം നോട്ട് ചെയ്യാറുണ്ട്. നോട്ടുണ്ട്, പിന്നെ നമ്മുടെ മറ്റേ വാട്സാപ്പ് നമ്പറിലേക്ക് നമ്മുടെ നമ്പറിലേക്ക് നമ്മൾ അയച്ചിടുക, അങ്ങനെയൊക്കെയുള്ള പ്രോസസ്. അയച്ചിടുക, വളരെ അടുത്ത ആൾക്കാരായിട്ട് ഷെയർ ചെയ്യുക, ഏറ്റവും അടുത്ത എന്ന് പറഞ്ഞാൽ വിശ്വസ്തരായിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. ചിലപ്പോൾ ചില ഹ്യൂമറൊക്കെ ഇല്ലേ, നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുമ്പോഴായിരിക്കും ഹ്യൂമർ കിട്ടുന്നത്. അപ്പം ഞാൻ ചിലപ്പോൾ കൂട്ടുകാരോട് നിൽക്കുമ്പോൾ ഫോൺ യൂസ് ചെയ്യുന്നതായിട്ട് തോന്നും, പക്ഷെ ഞാൻ ഇവർ പറയുന്നതൊക്കെ ക്യാച്ച് ചെയ്യുന്നതായിരിക്കും. റൈറ്റേഴ്സ് എല്ലാം ഓൾമോസ്റ്റ് അങ്ങനെയാണെന്ന് തോന്നുന്നല്ലേ, നമുക്ക് സംസാരത്തിനിടയ്ക്കല്ലേ ഹ്യൂമറൊക്കെ കിട്ടുന്നത്. SN സ്വാമി സാർ പറഞ്ഞൊരു കാര്യമുണ്ട്. സാറിൻ്റെ ഒരു പടം ലാലേട്ടനെ വെച്ചുള്ള ഒരു പടം വരുന്ന സമയത്ത് അതിൻ്റെ ഫസ്റ്റ് കട്ട് കണ്ടിട്ട് സാർ ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ പറഞ്ഞു, ഇതിൻ്റെ ഫസ്റ്റ് കട്ട് കണ്ടപ്പോൾ എവിടെയൊക്കെ തിയേറ്ററിൽ കൂവ് വരും, എവിടെയൊക്കെ തിയേറ്ററിൽ കയ്യടി വരുന്നു എനിക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുമായിരുന്നു. അത് അതുപോലെ തന്നെ സംഭവിച്ചു. എഴുതുമ്പോൾ അറിയാൻ പറ്റുമോ? ഇല്ല, നമ്മൾ ചിലപ്പോൾ ഫസ്റ്റ് പടം ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ നമുക്കറിയാത്തത്. നമ്മളൊരു ചിലപ്പോൾ 10 പടം കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഞങ്ങൾ RDX എഴുതുമ്പോൾ ആകെ കൈയടി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചത് ഭഗവാൻ ചന്ദ്രൻ്റെ സീൻ. ആയതുകൊണ്ടാവാം നമുക്ക് മധുര മനോഹരത്തിന്റെ കേസിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. നമുക്ക് കുറേ വർഷമായില്ല, ഒരു 6-7 വർഷമായിട്ട് ഇതിനകത്തിരുന്ന് വെട്ടിയും തിരുത്തി അപ്പോൾ നമുക്കറിയാം എന്ത് വർക്കാവും. പിന്നെ കഥ പറഞ്ഞ് ക്ഷീണിച്ചാണ്. ഒരു 50 പേര് 100 പേരെടുത്ത് കഥ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോഴാണ് അവർ ചിരിക്കുക, അവരും നമ്മളെപ്പോലെ ഓഡിയനാണല്ലോ. ഇവിടെ വന്നപ്പോഴാണ് ആ പ്രൊഡ്യൂസർ ചിരിച്ചത്, ആ ആർട്ടിസ്റ്റ് ചിരിച്ചത്, ആ നടി ചിരിച്ചത്, ആ നടൻ ചിരിച്ചത്, ഡയറക്ടർ ചിരിച്ചത് എന്നുള്ളൊരു സാധനമുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഓക്കെ ഇത് വർക്കാവും. 50 അടുത്ത് പോയപ്പോൾ 25 അടുത്തതും ഈ കോമഡി വർക്കായിട്ടുണ്ട്. അപ്പോൾ അതാണ് തിയേറ്ററിൽ വർക്കാവുന്നത്. നമുക്കൊരു ഐഡിയ അവസാനമായപ്പോഴത്തേക്ക് അങ്ങനെ. പക്ഷേ ഒരു ഫാക്റ്റ് ഉണ്ട്, പല തിയേറ്ററിൽ നമ്മൾ പോയി കണ്ട് ഈ സിനിമ കാണുമ്പോൾ പല സ്ഥലത്തും പല ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ചിരിക്കുന്നതും അങ്ങനെ മധുര മനോഹരത്തിൽ ആൾക്കാർ ഞെട്ടിച്ച് ചിരിച്ച സ്ഥലം ഏതാ? അത് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ അൽത്താഫ് പോയി കല്ലലി തോട്ടത്തിൽ നിൽക്കുന്ന സീനൊക്കെ ആൾക്കാർ നല്ലപോലെ എൻജോയ് ചെയ്തിട്ടുള്ള സീനുകളാണ്. നമ്മുടെ നെയ്മറിൽ മറ്റേ ഫ്ലെക്സ് കാണുന്ന സീൻ, അതിനെ കുറച്ചൊക്കെ അത് എല്ലാവരും
അല്ലാതെ കുറേ ചെറിയ ചില റിയാക്ഷൻസ് ഒക്കെ ഇടുന്നതിൽ ശരി വരും. ഒരു കളക്റ്റീവ് കോൺഷ്യസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അത് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ നമ്മൾ 200 സിനിമ അല്ലെങ്കിൽ 100 ഇത്ര സിനിമ ഇറങ്ങുമ്പോൾ 3 മാത്രം വിജയിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ നടക്കുന്നില്ല. അതിലേക്ക് വരാം. ഇതിപ്പോൾ 2018 മറ്റേ കോസ്റ്റൽ ഏരിയയിലുള്ള ആൾക്കാരെ പറ്റി പറയുന്ന ഒരു സീനുണ്ട്. അത് പലയിടത്ത് ക്രിഞ്ച് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ജില്ല ആലപ്പുഴ, ഇവിടെ കൊല്ലത്തൊക്കെ ഞാൻ ഷോ കണ്ടതാണ്. അവിടെയൊക്കെ നിറഞ്ഞ കയ്യടിയാണ്. പല അമ്മമാരും വന്നിട്ട് ഈ സീനിൽ വന്നിട്ട് കൈ പിടിച്ചിട്ട് കഴിഞ്ഞിട്ട് ഇത് നന്നായിരുന്നു എന്ന് പറയും. പക്ഷെ ചിലയിടത്ത് പറയും വർക്കായില്ല എന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പം അത് ഓരോ എനിക്ക് തോന്നിയിട്ടുള്ളത് ഓരോ ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്തിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടും കൂടെ ഒരു കണക്ഷൻ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഒരു ഇതിൽ ഞെട്ടിച്ച കയ്യടി കണ്ണൂർ സ്കോഡിന് എവിടെയായിരുന്നു? ഞങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്ത്, ഇത് അഹങ്കാരമായിട്ട് പറയല്ല, നമ്മളിപ്പോൾ വിളച്ചിലെടുക്കല്ലേന്ന് സജിൻ്റെ അടുത്ത് മമ്മൂക്ക ആദ്യം പറയുന്ന സ്ഥലം എനിക്ക് ഉറപ്പായിരുന്നു. അത് ഉറപ്പ് കൊളുത്താൻ പോകുന്നതാണ്. പിന്നെ ക്രൈമിൻ്റെ ജാതകം എഴുതുന്നവർ അവർ വരും, കൂട്ടിയും കുഴിച്ചും പ്രതികളെ പിടിക്കും, കരഘോഷങ്ങൾ കാത്തേക്കാതെ അവർ മാഞ്ഞു പോകും. അത് നമ്മൾ എഴുതി വെച്ചതിനൊപ്പം തന്നെ റോബി നന്നായിട്ട് ഷൂട്ട് ചെയ്തു, സുഷിൻ ഗംഭീരമായിട്ട് ചെയ്തു. പിന്നെ എൻ്റെയും ഇവൻ്റെയും മനസ്സിൽ ഞങ്ങൾ ടെൻഷൻ അടിച്ചൊരു സാധനം എന്ന് വെച്ചാൽ, ബസ്സിൽ നിന്ന് പുറത്തിറങ്ങി മമ്മൂക്ക മുമ്പോട്ട് പോകുന്ന സമയത്ത് യോഗേഷ് പറയുന്നുണ്ടല്ലോ, സർ वो तो चला गया आसपास के या पूरा जंगल है उसके अंदर घुसकर चला गया होगा, ദർ ഇസ് നോ ഗോയിങ് ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞ് ആ പോയിന്റ് മുതൽ ജയൻ എപ്പോഴും ബോധം ബുദ്ധിയില്ലാതെ ജയൻ മുമ്പോട്ട് പോയിട്ട് സാറ് അവനോട് പെട്ടെന്ന് കയറാൻ പറ സാർ എന്ന് പറഞ്ഞാൽ ആ പോയിന്റ് മുതൽ മമ്മൂക്ക ഈ വിരൽ മുറിയുന്നവരുള്ള പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റ് വരെ ആൾക്കാരെ മമ്മൂക്ക എന്നുള്ള പെർഫോമറിനെ പൊട്ടനാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞ കളിയാ ആ പോയിന്റ് ക്ലിക്കാന്ന് എന്നോട് പടം ബ്ലോക്ക് ബസ്റ്റർ എന്ന് പറയും. ഞാൻ മുമ്പേ പറയുമായിരുന്നു ഞാൻ എന്നോട് പറയുന്നത് വണ്ടിയുടെ ഇമോഷൻ വർക്കാവുന്നു നേരത്തെ നമ്മുടെ ഞങ്ങളെ വണ്ടി 5ാമത്തെ മെമ്പർ എന്നുള്ള രീതി തന്നെയാണ് ആദ്യത്തെ ഡ്രാഫ്റ്റ് മുതൽ. വണ്ടി ആദ്യം തിരിച്ചു വരുന്ന രീതിയിലായിരുന്നു, പിന്നെയാണ് നമ്മളത് വണ്ടി അവിടെ വെച്ച് ടോട്ടൽ ലോസ് ആണ് രീതിയിലേക്ക് ആക്കിയത്. ആ ഇമോഷൻ ഉറപ്പായിട്ടും വർക്കൗട്ട് ആവുമെന്ന് അറിയാം. തിരിച്ച് പിന്നെ ഷെഡ്യൂളും കൂടി ഞാൻ കേരളത്തിൽ വെക്കാൻ പറ്റത്തുകൊണ്ട് ഞങ്ങളുടെ വണ്ടിയെ കൊന്നു. അതാണ് സത്യാവസ്ഥ. പക്ഷെ അത് പുറത്ത് പറയണ്ട, ഇത് പുറത്ത് ഷൂട്ട് ചെയ്യാം. ഉത്തരേന്ത്യ ഫൈറ്റ് കയറി കൊളുത്തുന്നത് അത് ഉറപ്പായിരുന്നു. അതിപ്പോൾ കുറച്ചു മുമ്പ് പറഞ്ഞാൽ ഞങ്ങൾ അപ്പോൾ ആ നോർത്ത് ഇന്ത്യ ഫൈറ്റിലൊക്കെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ കുറച്ച് റെഫറൻസ് ഒക്കെ വരച്ച് അത് കഴിഞ്ഞിട്ടുള്ള ചില സീക്വൻസ്, സൈബർ സെല്ലിൻ്റെ സീക്വൻസൊക്കെ നമ്മുടെ AD ആയിട്ടുള്ള പയ്യനുണ്ടായിരുന്നു, അഖിൽ എന്ന് പറയുന്നത്. അവനെ കൊണ്ട് പല സിനിമകളിൽ നിന്നുള്ള വിഷ്വൽസ്, പേട്രിയറ്റ്സ് ഡേ എന്നും അങ്ങനെയുള്ള ഓരോ പടങ്ങളിൽ നിന്ന് വിഷ്വൽസ് കട്ട് ചെയ്തിട്ട് അത് എങ്ങനെ വരും. ബേസിക്കലി എല്ലാ സിനിമകളിലും ഈ സൈബർ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഒരു നമ്പർ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മളിതുവരെ കണ്ടാണ് സിനിമകളിലെല്ലാം അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങളുടെ ഇതിൽ അതിൻ്റെ കുറച്ച് പ്രോസസ്സ് മൊത്തം ഉണ്ട്. എങ്ങനെയാണ് സൈബർ സെല്ലിൽ പരിപാടികൾ വർക്കൗട്ട് ആണെന്നുള്ളത് A to Z ഓൾമോസ്റ്റ് ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയ വർക്കാവുമെന്ന് കുറേ പേർക്ക് സംശയം ഉണ്ടായിരുന്നു. പറഞ്ഞ എല്ലാവർക്കും അത് ലാഗ് വരില്ല എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു റോബിച്ചേട്ടൻ പറഞ്ഞിട്ട് അഖിൽ എന്ന് പറഞ്ഞ പയ്യൻ പല സിനിമകളിൽ നിന്നുള്ള വിഷ്വൽസ് കട്ട് ചെയ്ത് ഏകദേശം ഒരു 2.5-3 മിനിറ്റുള്ള ഒരു ഔട്ട്പുട്ട് ആക്കി. അപ്പം പിന്നെ നമുക്ക് ആവശ്യമുള്ള മ്യൂസിക് നമ്മൾ ഇട്ട് നോക്കിയപ്പോൾ സംഭവം ഏകദേശം വർക്കാണ്. പടത്തിലും വർക്കായെന്ന് തോന്നുന്നു. ഇത് എവിടെ പോകണമെന്ന് അറിയാം രാഘവൻ, നമ്മൾ ഇതിൻ്റെ ഈ സൈബറിൽ നിന്ന് എടുപ്പിക്കുമ്പോഴേ ഇത് ബേസിക്കലി ഇതിൻ്റെ കുറേ ടെക്നിക്കൽ പ്രൊസീജിയർ ഉണ്ട്. ഇത് അറിയുന്നതുകൊണ്ട് കുഴപ്പമെന്ന് വെച്ചാൽ എനിക്ക് പിന്നെ ഇത് കട്ട് ചെയ്ത് അങ്ങോട്ട് കയറാനൊരു പേടി. ഇപ്പോൾ ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ള ആൾക്കാരെ വിട്ട് കഴിഞ്ഞ് ഇന്നടത്തേക്ക് ഇന്ന നമ്പേഴ്സ് മാത്രം എടുത്താൽ മതി. അപ്പോൾ അത് അണ്ടർ 2 മിനിറ്റ് ഡ്യൂറേഷൻ എത്തി. അണ്ടർ 2 മിനിറ്റ് ഡ്യൂറേഷനിൽ ഇത്തരം നമ്പേഴ്സ് വന്നു. അപ്പോൾ വീണ്ടും ഒരു കാര്യം ചെയ്യും, അതും വിട്ടിട്ട് 1-to-1 കോൾ മാത്രം ചെയ്യും. അപ്പോൾ ഇത് വായിക്കുന്നവർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് നമ്മളിത് എലോബറേറ്റഡ് എഴുതി വെച്ചിരിക്കുന്നത് 14 പേജായിരുന്നു അത് മൊത്തം. ആ സൈബറിൻ്റെ ഒരു ഓപ്പണിംഗ് മുതൽ ഇങ്ങോട്ടപ്പോൾ അപ്പോൾ വായിക്കുന്ന എല്ലാവർക്കും ഇത് എങ്ങനെ വരും, അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ അത് എങ്ങനെ വരും എന്നുള്ള ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് അവസാനം അത് സുഷിനും റോബിയും എല്ലാം കൂടി ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കിട്ട് വർക്ക് ചെയ്ത്. ആ ഉത്തരേന്ത്യ ഫൈറ്റ് എത്ര ദിവസം ഉണ്ടായിരുന്നു? മൊത്തം 15 ദിവസം. 15 നൈറ്റ് ആണോ? അതായത് കുറച്ച് പോർഷൻ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. നമ്മളൊരു ബാത്റൂം പോലത്തെ ഏരിയയിൽ പെട്ടുപോകണ്ടല്ലോ, അത് കഴിഞ്ഞിട്ടൊരു ഫൈറ്റ് ഉള്ളത്. അത് മാത്രമാണ് ഞങ്ങൾ കളമശ്ശേരിയിൽ സെറ്റ് ഇട്ടിട്ടുള്ളൂ. ബാക്കി എല്ലാ ഫൈറ്റ് പോർഷൻ എടുത്ത് കാണുന്നത് പൂനെയിലാണ്. ഇപ്പം നമ്മൾ സെറ്റ് ഇട്ടു എന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് ഇപ്പം പറയണ്ട് ഇത് ഫുള്ള് ഇവിടെയാണ് സെറ്റ് ആയിട്ട് ഇന്റർവ്യൂവിൽ അത് മമ്മൂക്ക അത് അങ്ങനെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് അതല്ല എൻ്റെ പരിപാടി. അല്ല, അത് ശരിക്കും അങ്ങനെ ഒരു ഏരിയ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പൂനെയിലൊരു വില്ലേജാണ് അത്. വായി എന്ന് പറയുന്ന സ്ഥലത്തൊരു വില്ലേജാണ്, ബോർഗ് എന്ന് പറയുന്ന വില്ലേജ്. അപ്പോൾ അവിടെയുള്ള അതേ സെറ്റപ്പ് തന്നെ ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ ആർട്ട് ഡയറക്ടർ ഷാജി ചേട്ടൻ കൊണ്ട് അതേപോലെ സെറ്റ് ചെയ്തു. ആ ഒരു ബാത്റൂം സീക്വൻസ് മാത്രം. ബാത്റൂം പോർഷൻ തൊട്ട് മമ്മൂക്കയുടെ മുഖത്തൊരു പയ്യൻ ഒരു വടിയിട്ട് അടിച്ച് മമ്മൂക്ക വീണ് ഇരുന്ന് മമ്മൂക്കോട് എണീറ്റ് പോകുന്ന ആ ഒരൊറ്റ പോർഷൻ മാത്രം ഇവിടെ അല്ലേ. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യാറുണ്ട്. എഴുതുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ഇപ്പോൾ ഒരുപാട് ശ്രദ്ധിക്കും. സന്തോഷമുള്ള കാര്യം വെച്ചാൽ കാതൽ ഫാമിലി ആയിട്ട് പോയി ആൾക്കാർ കാണുന്നു, ഫാമിലി ആയിട്ട് തിയേറ്ററിൽ കാണുന്നു എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. കാതലിന് മുമ്പ് ഇതേ ജോണർ സംസാരിക്കുന്ന സിനിമകൾ അല്ലെ ഈ വിഷയം സംസാരിക്കുന്ന സിനിമകൾ വന്നിട്ടുണ്ട്. പക്ഷേ നമുക്കിനെ പോലെ മെയിൻ സ്ട്രീം ആക്ടർ വന്ന് അങ്ങനെ ഒരു സബ്ജക്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ഫാമിലി തിയേറ്ററിലോട്ട് വന്നു. അത് പറഞ്ഞേ മാറ്റങ്ങൾ ഫാമിലിയിലേക്കും വരുന്നുണ്ട്. അപ്പം നമ്മളും അത് അക്സെപ്റ്റ് ചെയ്ത് മാറി
അതിനനുസരിച്ചുള്ള എഴുതണം. അപ്പോൾ ഭയങ്കര പാടാണ്. മിഥുൻ മാനുവൽ തോമസ് പറഞ്ഞിട്ടുണ്ട് എഴുതിയ പടത്തിന്റെ ലൊക്കേഷനിലേക്ക് പോവാറില്ല. പോവാറുണ്ടോ? അല്ല അവിടെ ഇരുന്നാണോ എഴുത്ത്? വളരെ കഷ്ടപ്പെട്ടൊരു പടം ഉണ്ടാക്കിയിട്ട് ലൊക്കേഷനിൽ പോയിരിക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ചെയ്ത പടത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ വർഷത്തെ ആ ഹിറ്റ് പടത്തെക്കുറിച്ച് ഞാൻ ചോദിക്കാം. ആ തോട്ട് എങ്ങനെ വന്നു എന്ന് എനിക്ക് പറഞ്ഞു തരണം. ആദ്യം ഏത് പടം തുടങ്ങണം? കണ്ണൂർ സ്ക്വാഡ്. 2018. അടിപൊളി. എല്ലാവർക്കും. പക്ഷെ ഇത് വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തൊരു പ്രളയമാണ്. പ്രളയം എല്ലാവർക്കും അറിയാം, ഒരു വലിയ ഇതുണ്ട്. പക്ഷെ അത് എഴുതുന്ന സമയത്ത് ഇന്നതിൽ തുടങ്ങണം, ഇന്നതിൽ നിർത്തണം, ഒരു കാൽക്കുലേഷൻ ഉണ്ടാവില്ലേ? അത് ഉണ്ടാവും. എങ്ങനെയാന്ന് പറയാനായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ആദരവ് എന്നുള്ളത്. അപ്പോൾ എന്തായാലും അവിടുന്ന് ആ ഒരു പോർഷനിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അവിടെ തന്നെ തീരണം എന്നുള്ളൊരു രീതി തന്നെയായിരുന്നു വിചാരിച്ചിരുന്നത്. അതുപോലെ തന്നെ അടുത്ത മധുര മനോഹര മോഹം. മധുര മനോഹര മോഹം ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് കണ്ടപ്പോൾ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് അതിനെ വേറെ ഒരു കുടുംബ പശ്ചാത്തലത്തിലോട്ട് എടുത്ത് പ്ലേസ് ചെയ്തൊരു സാധനമാണ്. അപ്പോൾ അതാദ്യം ഒരു അച്ഛനും 2 പെൺമക്കളും അമ്മയും അങ്ങനെ ഒരു രീതിയിലായിരുന്നു. അങ്ങനെ കുറച്ച് എഴുതി. ഒരു മലയാളത്തിലെ പ്രശസ്തനായ ഒരു ആക്ടറെ പോയി കണ്ടു. അപ്പോൾ അദ്ദേഹം എന്തോ നമുക്കന്ന് പ്രൊഡക്ഷനും പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അതങ്ങനെ മാറി. അതിനുശേഷം ജയ്യുമായിട്ടിരുന്ന് ഒന്ന് ഡിസ്കസ് ചെയ്ത് കുറച്ചുകൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് നമ്മളൊരു വേറൊരു ഡയറക്ടർ പോയി കണ്ടപ്പോൾ പുള്ളിയാണ് ഈ സജഷൻ പറഞ്ഞത്. ഈ അച്ഛൻ എന്നുള്ളത് മാറ്റിയിട്ട് ബ്രദറായി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഹ്യൂമർ വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാകും തോന്നി. അങ്ങനെ അത് മാറ്റിയപ്പം സംഗതി സത്യമാണ്, ഇഷ്ടംപോലെ തമാശകളുണ്ടായി. അങ്ങനെയാണ്. ഇമോഷൻ വ്യത്യാസമുള്ളൂ, ഒരു ഫാദറിൻ്റെയും ഒരു ബ്രദറിൻ്റെയും ഇമോഷൻ വ്യത്യാസമാണ്. അങ്ങനെ ഒരു രീതിയിൽ പിന്നെ എന്തെങ്കിലും ഒരുപാട് ഘട്ടമുണ്ട് ബ്രോ. ഈ പറയുന്ന പോലെ നമ്മൾ ആദ്യം വെക്കുന്ന സ്ഥലം എവിടെയാണ്, കഥ പിന്നെ ഒരു ഗ്രോത്ത് സ്റ്റേജിൽ ഈ പറയുന്ന പോലെ ഒരു പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോൾ നമുക്കറിയാം ആദ്യം വെച്ച ശരിയല്ല, രണ്ടാമത്തെ ശരിയല്ല, മൂന്നാമത്തെ ശരിയല്ല. അവസാനം പടം ഇറങ്ങുന്ന ലാസ്റ്റ് ഒരു നമുക്കൊരു സമാധാനമുള്ള വേർഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ എത്രയും വെയിറ്റ് ചെയ്തിട്ടുണ്ടോ അത് ഹാപ്പി ആയിട്ട് തന്നെ വന്ന ഒരു അവസ്ഥയാണുള്ളത്. ബിന്ദു പണിക്കർ ആ ചായ ഗ്ലാസ് സീൻ അതൊക്കെ ആദ്യം തൊട്ടേ ഉണ്ടായിരുന്ന പരിപാടി, അത് പ്രതീക്ഷ. പക്ഷേ അപ്പോഴും നമുക്ക് ടെൻഷൻ ഉണ്ട്. പരിഹാരം പെരുമാൾ വരുമ്പോൾ ലാസ്റ്റ് ഷോട്ടിൽ 2 ഗ്ലാസ് വെക്കുന്നുണ്ട്. നമ്മൾ അതിന് മുമ്പേ അത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഓക്കെ, പിന്നെ നമുക്കത് ചെയ്യാം എന്നുള്ള സാധനം തന്നെ ചിന്തിച്ചിട്ടുള്ളൂ. അടുത്ത് ആർഡിക്സ്. ആർഡിക്സ് നഹാസിൻ്റെ ഫ്രണ്ടിൻ്റെ ലൈഫിൽ നടന്നൊരു സംഭവമാണ്. അത് ഇത്രയില്ല, ഈ കാർണിവൽ പരിപാടിയൊന്നുമില്ല, വീട്ടിലെ പരിപാടി എന്ന് പറയുന്ന അവൻ്റെ കൂട്ടുകാരൻ്റെ ലൈഫിൽ ഉണ്ടായ ഒരു സംഭവമാണ്. അപ്പോൾ ഞങ്ങളോട് അത് ഷെയർ ചെയ്തപ്പം എടാ ഇതിൻ്റെ അകത്തൊരു സിനിമയുണ്ട്, അത് നമുക്കൊന്ന് ഡെവലപ്പ് ചെയ്യാമെന്ന് പറഞ്ഞതിലാണ്. പക്ഷെ അതിൻ്റെ അവർ വീട്ടിൽ കയറി അടിക്കാനുള്ള കാരണം വേറെയായിരുന്നു. അതും ഇത് പറഞ്ഞ പോലെ ഒരു പൊളിറ്റിക്കലി ഇച്ചിരി റോങ് ആയത് കാരണമായിരുന്നു അത് അതിൻ്റെ അകത്തുള്ളത്. പിന്നെ നമ്മളൊരു 3-4 കാരണങ്ങൾ പിന്നെ ഉണ്ടാക്കി, അത് പിന്നെ ഒന്നും ഓക്കെ ആയില്ല. എന്നിട്ട് പിന്നെ ഇപ്പൊ കണ്ട കാരണത്തിലേക്ക് എത്തിയായിരുന്നു. ആരവത്തിന്റെ അസോസിയേറ്റ് ആയിരുന്നു, ആരവത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. എന്താ ഇതിലേക്ക് ഞാൻ അഭിനയിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നു. എന്റെ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പാണ് കൊറോണ നിന്ന്. ക്യാമ്പസ് ചെയർമാൻ ഞാനായിരുന്നു. മാറിയിട്ടില്ല. അല്ല, സൗഹൃദം തന്നെയാണ് അന്ന് പോലെയുള്ളൊരു ബന്ധം. ഷബാസി പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും പരസ്പരം കണക്റ്റഡ് ആയിട്ട് ആൾക്കാർ. എനിക്ക് തോന്നുന്നു ജയവിഷ്ണു പിന്നെ ചേട്ടനെയും ഇവരെ 3 പേരെയാണ് ഞങ്ങൾ അറിയില്ലാത്തുള്ളൂ. ബാക്കി ഞങ്ങളെല്ലാവരും ഇന്റർകണക്റ്റഡ് ആണ്. നേരത്തെ കുറേ നാളുകൾക്ക് മുമ്പേ സിനിമയിൽ വന്ന സമയത്ത് മുതലേ അറിയുന്ന ആൾക്കാരാണ്. ഈ കോവിഡ് ഞാൻ പറയാം, കോതമംഗലം ബെൽറ്റ് അങ്ങനെ ഒരു ബെൽറ്റ് ഉണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറയാം അല്ലേ, അങ്ങനെ നിങ്ങളുടെ ഇടയിൽ തന്നെ അല്ലേ കോതമംഗലം ബെൽറ്റ്? ഇപ്പോ ഞാന്, ഷാഫി, നമ്മുടെ പോൾസൺ, ദേവദത്ത്, ഞങ്ങള് 4 പേരും ഇപ്പൊ മമ്മൂക്കാനെ വെച്ച് പടം ചെയ്തു. ആ പണ്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു, മമ്മൂക്കിയുടെ അടുത്ത് പോയി എന്ത് പറഞ്ഞു വണ്ടിയിൽ. അത് കോമഡി, ചുമ്മാ വെറുതെ വട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് ചോദിച്ചു റൈറ്റേഴ്സ് യൂണിയൻ നമുക്ക് കോതമംഗലത്തിലോട്ട് മാറ്റിയല്ലോ. അല്ല, അത് RDX അങ്ങനെ സംഭവിച്ചാണ്. പിന്നെ നമ്മൾ ഒരുമിച്ചിരുന്ന് പരിപാടി വർക്കൗട്ട് ചെയ്ത് ഇമോഷൻസ് ഒക്കെ കണക്ട് ചെയ്യാൻ നോക്കി അങ്ങനെ സംഭവിച്ച സിനിമ. കാതലോ? അതിൽ നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞിരുന്ന ഒരാശയത്തിൽ നിന്ന് തുടങ്ങുന്ന, അത് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരാശയത്തിൽ നിന്ന് തുടങ്ങുന്ന കൂത്താറ്റോളത്തുള്ള 2 ഗുണ്ടകളുടെ കഥയെന്ന സിനിമ തുടങ്ങുന്നത്. അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള സംസാരിച്ചപ്പോ എന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു പുള്ളി പണ്ട് പറഞ്ഞൊരു കഥയുണ്ടായിരുന്നു. 70 വയസ്സുള്ള 2 ഇങ്ങനെയുള്ള ചട്ടമ്പികൾ. അപ്പൊ അങ്ങനെ നമുക്ക് ഈ കൊറോണ സമയത്ത് ചെറിയൊരു കഥ, ഒരു വെറൈറ്റി ആയിട്ട് പിടിക്കാൻ ഓർത്ത് 70 വയസ്സുള്ള 2 ആൾക്കാരുടെ കഥ എന്ന് ആലോചിച്ചു. അപ്പോൾ ഈ വേട്ടയാടി വിളയാടിൽ കമലഹാസൻ ഈ വില്ലന്മാരോട് 2 പേരോട് ചോദിക്കുന്ന ചോദ്യം, എന്താ നിങ്ങൾ എന്നാ ഹോമോസെക്ഷൽസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ അത് ഓർമ്മ വന്നപ്പോൾ ഇതിലാണ് കണക്ട് ചെയ്ത് ഇവർ ഇങ്ങനെ ഒരു സ്റ്റോറി ലൈൻ പറഞ്ഞാലോ എന്ന് ആലോചിച്ചു. പിന്നെ ഫാമിലിയിലേക്ക് അപ്ലൈ ചെയ്തു.
പിന്നെ 377 കാര്യങ്ങൾ കുറച്ച് അറിയാനുണ്ടായിരുന്നു, വേറെ യാത്രയൊക്കെ പഠിച്ചു. അങ്ങനെ പിന്നെ രക്ഷപ്പെടണം, കൊറോണയാണ്, വേറെ പണിയൊന്നും അറിയില്ല. അതിൽ ആദ്യത്തെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ് എന്നെ ഗഡാത് ആകർഷിച്ചത്. മറ്റേ ജ്യോതികയും മമ്മൂക്കയുടെയും പഴയ കാലത്തെ ഒരു ഫോട്ടോ ഇവിടുന്ന് ഒപ്പിച്ചത്. നല്ല പോസ്റ്ററാണ് അത് ചെറിയ ഫോട്ടോന്നൊക്കെ ജ്യോതികാമ്മ അയച്ചാന്ന് തോന്നുന്നു. മമ്മൂക്കാട് ഓൾറെഡി അതിൽ എവിടെയോ ഏതോ പഴയ വാരികയിൽ എന്തിലോ വന്ന ഒരു പരിപാടിയാണ്. കണ്ണൂർ സ്ക്വാഡ് അത് കുറച്ച് കണ്ണൂർ സ്ക്വാഡ് വല്ല കുറച്ച് ലെങ്തി പരിപാടിയാണ്. ഇവൻ എന്നെ വെച്ചൊരു ഷോർട്ട് ഫിലിം, കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറിൻ്റെ ജീവിതം എങ്ങനെയാണെന്ന് അറിയാനുള്ള ഷോർട്ട് ഫിലിം, ഡോക്ടറിൻ്റെ പെർസ്പെക്റ്റീവിലെ ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്. ഇവൻ എന്നെ സമീപിക്കുന്നു. അപ്പോൾ ഇവനിങ്ങനെ പല പല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇവൻ ബേസിക്കലി നല്ല എന്ന് വെച്ചാൽ പ്രമേയങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ കഴിവുള്ള ഒരാളാണ്. അപ്പോൾ ഇവനിങ്ങനെ എല്ലാത്തിൻ്റെയും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭയങ്കര വൺലൈനേഴ്സ് പറയും. അപ്പോൾ ടൊവിക്ക് പറ്റിയൊരു സാധനം അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ ബാദുക്ക വഴി ഓപ്പറേറ്റ് ചെയ്യാൻ നോക്കിയത് നടപടിയായില്ല. അങ്ങനെ അത് വേറൊരു പരിപാടി. അപ്പോൾ അത് ഓപ്പറേറ്റ് ചെയ്ത് നടപടിയില്ല. അങ്ങനെ ഞാൻ സാരേച്ചൻ്റെ അടുത്ത് പിന്നെ കഥ പറയാൻ വിടുകയാണ്. അപ്പോൾ സാരേച്ചേട്ടൻ പിന്നെ റിസീവ് ചെയ്തു, കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ മുന്നിൽ എന്തോ കുറച്ച് സാധനം കൊടുത്തു വിട്ടു. അപ്പോൾ ഞാൻ സാരേച്ചേട്ടനെ വിളിച്ച് പോകാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെയുള്ള കമേഴ്ഷ്യൽ സാധനങ്ങളല്ല വേണ്ടതെന്ന് എനിക്കറിയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇവനെന്താ പറഞ്ഞത് എനിക്കറിയില്ലല്ലോ. അതിന് പുള്ളി കുറച്ച് അടിക്കാൻ ഞാൻ ഒരു സാധനം അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കോപ്പി തന്നു വിട്ടില്ല, അവൻ്റെ കൊടുത്തിട്ട് റോണിയും വായിക്കണം എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ആ സാധനം എന്തോ ഒരു 3-4 പേജൊക്കെ വായിച്ച് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതെ വിട്ടോളുന്ന സാധനം. VR പ്രതാപൻ അദ്ദേഹം എഴുതിയ 14 പേജ് അടങ്ങുന്ന കണ്ണൂർ സ്ക്വാഡിനെ കുറിച്ചുള്ള, കാരണം കണ്ണൂർ സ്ക്വാഡ് എന്ന് പറഞ്ഞൊരു സ്ക്വാഡും TP ചന്ദ്രശേഖരൻ വധക്കേസ് ഉൾപ്പെടെയുള്ള കേസുകൾ അന്വേഷിച്ച് പിടിച്ചതും പാർട്ടി ഗ്രാമത്തിൽ ചെന്ന് ഈ ക്രിമിനൽസിനെ പിടിച്ചതും 2007 കാലഘട്ടം മുതൽ അവരുടെ കുറേ കേസുകളുടെ ആ സമയമുള്ള 14 പേജ്. പുള്ളി പറഞ്ഞു, ഈ സാധനം നിങ്ങൾ കൃത്യമായിട്ട് പോയിട്ട് റിയലിസ്റ്റിക്കായിട്ട് കോടതി പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് റിയലിസ്റ്റിക്കായിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്ന്. ഇത് ഞാൻ ഇതിന് പൈസ ഒന്നും തരില്ല, നിങ്ങൾ തന്നെത്താൻ പോയി കണ്ണൂർ പോയി ഇവരെ കണ്ടിട്ട് പിടിച്ച് വരിക എന്ന് പറയും. അപ്പം ഞങ്ങൾ പിന്നെ ഇവരെ പോയി തേടി പിടിച്ച് കണ്ടെത്തി ബേബി സാറിനെ കണ്ട് സംസാരിച്ച് അവരോട്ട് തന്നെ കുറേ മാസങ്ങൾ എടുത്തു കേട്ടാ. പുള്ളിക്കാരൻ ആ വാരിക തന്നിട്ട് എനിക്കൊരു 3-4 സിനിമകൾ നമ്മുടെ LA കോൺഫിഡൻഷ്യൽ, പിന്നെ ഫൗദ, അങ്ങനെ ഓരോ സീരീസും സുളു എന്നൊക്കെ പറഞ്ഞ സിനിമകളൊക്കെ അയച്ചു തന്നു. ഇത് കണ്ടിട്ട് ഇത് വായിച്ചിട്ട് വിളിച്ചായെന്ന് പറഞ്ഞു. ഞാൻ രാത്രി 2 ഇരുന്ന് കണ്ടു, പുള്ളിക്കാരനെ വിളിച്ചു, ചെയ്യാം റെഡിയാണ് സാർ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പരിപാടി സ്റ്റാർട്ട് ചെയ്യണത്. കണ്ണൂർ സ്ക്വാഡ് എഴുതുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു. ഇതേ കഥയിൽ മലയാളത്തിലൊരു പടം വന്നിട്ടുണ്ട്, അതത്ര വലിയ ഹിറ്റായിരുന്നു. കണ്ണൂർ സ്ക്വാഡ് ഇറങ്ങിക്കഴിഞ്ഞ ശേഷം കുറ്റവും ശിക്ഷയും ഇറങ്ങുന്നതിൻ്റെ തലേദിവസം സത്യം പറഞ്ഞാൽ ഞാനും ഇവനും നല്ല ടെൻഷനിലായിരുന്നു. ഞങ്ങൾ 2 പേരും പോയി പടം കണ്ടു. പക്ഷേ എൻ്റെ ഒരു കാലക്കേടിന് ഞങ്ങൾ 2 പേരും പടം കാണുമ്പോൾ ഇവൻ അവിടുന്ന് കണ്ട് ഞാൻ ഇവിടുന്ന് കണ്ടത് വളരെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. വളരെ കുറച്ച് ആൾക്കാരെന്ന് വെച്ചാൽ വളരെ കുറവായിരുന്നു ഞാൻ കാണുമ്പോൾ. അല്ല, ഇത് പിന്നെ കുറ്റവും ശിക്ഷയും നമ്മൾ കണ്ണൂർ സ്ക്വാഡ് എഴുതി തുടങ്ങിയതിന് ശേഷം, അല്ലെങ്കിൽ ഈ കുറ്റവും ശിക്ഷയിൽ തന്നെ പുള്ളിക്കാരനൊരു സഞ്ചാരം TVയിലെ റൈറ്റർ പറഞ്ഞൊരു സംഭവമുണ്ട്. അതുവരെ നമ്മൾ കേട്ടിട്ടാണ് ചില കാര്യങ്ങളൊക്കെ എഴുതിയേക്കണത്. അപ്പോൾ അത് നമ്മൾ അതെ എഴുതി കഴിഞ്ഞ് സാറിനോടൊക്കെ പറഞ്ഞതിന് ശേഷമാണ് കുറ്റവും ശിക്ഷയുടെ പോസ്റ്റർ കാര്യങ്ങളൊക്കെ വന്നത്. പക്ഷേ അതിനകത്ത് എൻ്റെ ഒരു കൂടെ പഠിച്ച പയ്യനുണ്ട്, ഗൗതം എന്ന് പറയുന്നത്, സൗണ്ടാണ് പഠിക്കുന്നത്. അപ്പോൾ അവനാണ് കുറ്റവും ശിക്ഷ ഫുള്ള് ഡബ് ചെയ്തത്. അപ്പോൾ നമ്മുടെ കഥ മൊത്തം അവനറിയാം. അപ്പോൾ ഞാൻ അവനോട് ആദ്യം പോലെ ചോദിക്കും, വേടാ ഇങ്ങനെ പ്രശ്നമുണ്ടോ, സെയിം കഥയാണ്? അപ്പോൾ ഇല്ലടാ ഒരു കുഴപ്പമില്ല, രണ്ടും 2 രീതിയിലാണെന്ന് പറഞ്ഞു. അപ്പം അതായിരുന്നു ചെറിയൊരു നമ്മുടെ ഒരു വെളിച്ചം ഉണ്ടായിരുന്നു ഫ്രണ്ടിൽ. പിന്നെ പടം കാണാൻ പോയപ്പോൾ അവർ പക്കാ റിയലിസ്റ്റിക്കായിട്ട് എടുത്തുകൊണ്ട് അങ്ങനെ അധികം വർക്കായില്ല. അപ്പോൾ നമ്മുടെ ഒരു ഭാഗ്യം. എനിക്ക് അതിനേക്കാൾ അങ്ങനെ വന്നാലും കുറ്റവും ശിക്ഷ ഇറങ്ങിയതിനേക്കാൾ എനിക്ക് ടെൻഷൻ അടിച്ചത് RDXൻ്റെ ഇവരുടെ വീടിനകത്തുള്ള സീനായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് ആ സീൻ എങ്ങനെയാണ് ഞങ്ങൾക്ക് 2 പേർക്കും അങ്ങോട്ടും അറിയില്ല, എനിക്കും അറിയില്ലായിരുന്നു. പക്ഷെ ആ സീൻ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു, ഈശ്വര, നമ്മുടെ അബ്ദുൽ വഹാബിന്റെ വീടിനകത്ത് നടക്കുന്ന പടം കണ്ടപ്പോൾ ആദ്യത്തെ സീൻ കണ്ടപ്പോൾ നമ്മൾ ഞെട്ടി തകർന്നു. നമ്മൾ പൊളിച്ചടിക്കവരെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ല സത്യം, നമുക്ക് കാരണം നമ്മുടെ ഡ്രൈവിംഗ് ഫോഴ്സ് അതാണ്. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞ ആളെ എന്തെന്നടവും ഇങ്ങനെയൊക്കെ ചെയ്ത് ഈ ചതി നമ്മുടെ അടുത്ത് വേണമായിരുന്നു എന്നൊക്കെ ചോദിച്ചു. പക്ഷെ ഭാഗ്യത്തിന് അത് വന്നു കഴിഞ്ഞ് നമ്മുടെ സെപ്റ്റംബർ 28 എനിക്കൊന്ന് ഇവർ ഓണം സമയത്തായിരുന്നു. ഇവരുടെ 23-24 ഓഗസ്റ്റ് 25 ഓഗസ്റ്റ് 24 കൊത്ത അല്ലേ. ഞാൻ വർക്കാവുമെന്ന് പിന്നെ കുറച്ച് കോൺഫിഡൻസ് കിട്ടിയത്. അങ്ങനത്തെ ഒരു സീക്വൻസ് വന്നു കഴിയുമ്പോൾ വർക്കാവുന്നുള്ളൊരു കോൺഫിഡൻസ് ഇവരുടെ പടം കണ്ടപ്പോഴത്തേക്കും നമുക്കും കിട്ടി. കാരണം ഏകദേശം സെയിം സംഭവമാണല്ലോ നമ്മുടെ ഇത് നടക്കുന്നത്. നിങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് അല്ലേ, അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പറയൂ. RDX ഷൂട്ട് കഴിഞ്ഞപ്പോഴാണ് ഇവനാണ് RDX എഴുതിയത് നേരത്തെ അറിയായിരുന്നു. പക്ഷേ ഇവരും തിരക്ക് പിടിച്ച് ഷൂട്ടിലെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവരുടെയും ഇതെല്ലാം ഒരേ സമയത്ത്. പിന്നെ നെയ്മർ കഴിഞ്ഞു, കാതൽ കഴിഞ്ഞ് RDX, അങ്ങനെ എല്ലാം ബാക്ക് ടു ബാക്ക് ആണ് നടന്നേ. ഞങ്ങൾ ഷൂട്ടിന്റെ സമയത്തൊക്കെ കണ്ണൂർ സ്കോഡിന്റെ പോയിട്ട് 2 പാളിൽ RDX ഇറങ്ങുന്ന സമയത്ത് കണ്ണൂർ സ്കോഡ് കിടക്കണേ. അതെ നിങ്ങള് നമ്മുടെ ഒരുമിച്ച് പ്രിയ നടക്കണേ ടെക്നീഷ്യന്മാരെ. പിന്നെ വേറെ കാര്യം രാഘവൻ, നമ്മൾ ഇതിനിടയ്ക്ക് പറയാൻ വിട്ടൊരു കാര്യം വെച്ചാൽ നമ്മളിപ്പോൾ ടിക്കറി എന്ന് പറഞ്ഞ സാധനം മാത്രമേ എന്ന് വെച്ചാൽ ടിക്കറിയുടെ ഒരു നമ്മുടെ ബാത്റൂം പോർഷൻ അല്ലേ, ആ ബാത്റൂം പോർഷൻ മുതൽ ഈ
കുപ്പി വന്ന് വീണ് ജീപ്പിൽ വന്ന് ഇവരെ പൊക്കിക്കൊണ്ട് പോകുന്ന സീക്വൻസ് ആ ഒരൊറ്റ പോർഷൻ മാത്രം എഴുതിയിരിക്കുന്ന റോബിയാണ്. അത് ഞങ്ങൾ രണ്ടുപേരല്ല, അത് മാത്രം. ബാക്കിയെല്ലാം ഞങ്ങൾ ഔട്ട് ആൻഡ് ഔട്ട് ഞങ്ങളുടെ കലാപരിപാടികൾ തന്നെയാണ്. ആ ഒരു പോർഷൻ മാത്രം മൂപ്പരുടെ ഒരു സാധനമായിരുന്നു, ആ ഒരു ഏരിയ മാത്രം. അതിങ്ങനെ മറ്റേ ഓടിൻ്റെ ഇതിൽ തന്നെ കട്ട വേണം, അതിങ്ങനെ കമ്പി പിടിച്ച് പൊട്ടിക്കുമ്പോൾ അതിങ്ങനെ ചെതറി പോകണം. അങ്ങനെ കുറേ പുള്ളിക്ക് നമ്മൾ സിനിമാട്ടോഗ്രാഫറിൻ്റെ കുറേ ഭാവനകളുണ്ടല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ജീപ്പിലടിക്കുമ്പോൾ പന്തത്തിന് തീ, അങ്ങനെ കുറേ നമ്മുടെ ഷാഫിയുടെ കയ്യിൽ കുറേ പോലീസ് കഥകളുണ്ടോ? ഞാൻ വാരിക്കുഴിയിലെ കൊലപാതകമൊക്കെ ഷോർട്ട് ഫിലിമൊക്കെ ഉണ്ടായിരുന്നു. അത് ബേസിക്കലി പോലീസ് സ്റ്റോറാണ് വീട്ടിൽ. അതിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഷോർട്ട് ഫിലിമിൽ ഞാൻ ആദ്യത്തെ ഷോർട്ട് ഫിലിമിൽ അതിലേക്ക് വരാം. പുള്ളിയുടെ ഒരു ഷോർട്ട് ഫിലിമിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. എൽസബിൽ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. എൽസബർ നമ്മുടെ കൂട്ടുകാരൻ മൊത്തത്തിൽ ചെയ്തത്. അല്ല, അതാണല്ലോ ഞാൻ ആദ്യം പറഞ്ഞത്. എന്നെ വെച്ച് മൂപ്പര് ഡയറക്ടറായിട്ട് എന്നെ വെച്ച് അഭിനയിപ്പിക്കാൻ വന്ന ആളാണ്. പോൾസൺ അപ്പ ഒരു പടം എഴുതി എപ്പോഴാ അടുത്ത പാട്ട് എഴുതുക, മ്യൂസിക് ചെയ്യുക? പണ്ട് ഷോർട്ട് ഫിലിമിന് പാട്ട് എഴുതി മ്യൂസിക് ചെയ്യുന്ന ആളല്ലേ? പുറത്തോട്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ലാത്തോണ്ട് ചെയ്യണം, വലിയ കാര്യമൊന്നുമില്ല. എല്ലാ മേഖലയിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരാട്ടെ. ഈ പറഞ്ഞ പോലെ ആദർശം ഞങ്ങൾ ആദ്യം ഇത് ചെയ്യണത് ആദർശം അഭിനയിക്കാൻ വേണ്ടി വിളിക്കുന്നതാണ്. ഞങ്ങളുടെ ഇതിൽ അന്നത്തെ സൂപ്പർ സ്റ്റാർ ആദർശാണ്. ഷോർട്ട് ഫിലിമുകളുടെ സൂപ്പർ സ്റ്റാർ. അതെ, ഈ കോവിഡിന് മുമ്പ് ആക്ച്വലി ഞാൻ അസോസിയേറ്റ് ആയതുകൊണ്ട് പടം ഡയറക്റ്റ് ചെയ്യാനൊക്കെ നിൽക്കായിരുന്നു. അപ്പോൾ ഇവർ രണ്ടും എന്നോട് കഥ പറഞ്ഞിട്ട് ഉണ്ട്. അവിടെ ഞങ്ങൾ ലുലുമാളിൽ ഇരുന്ന് കഥ പറഞ്ഞിട്ടുണ്ട്. അത് ലുലുവിന്റെ ഫുഡ് കോർട്ട്. അത് കഴിഞ്ഞിട്ടാണ് കോവിഡ് സംഭവിക്കുന്നു. ഞാൻ ഇതൊന്നും കേൾക്കാതെ ഇവർ അന്ന് എന്നോട് 4-5 കഥകൾ പറഞ്ഞ്. ആ 4-5ഉം ഇപ്പം സിനിമ ആയിട്ടില്ല. വേറെ 3 ഇപ്പം സിനിമ ആയത്. അഭിനയിക്കാൻ മോഹത്തിൽ ഒറ്റയടിക്ക് എങ്ങനെയാ റൈറ്ററായി മാറിയത്? അല്ല, എനിക്ക് സിനിമയിലെ അവസരം, ഞാൻ സിനിമയിൽ വന്നത് അഭിനേതാവായിട്ട്. റൈറ്റിംഗ് നേരത്തെ ഇഷ്ടമാണ്, ആഗ്രഹങ്ങളൊക്കെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ പണികൾ നടക്കുന്നുണ്ടായിരുന്നു. അവസരങ്ങൾ കിട്ടിയത് അഭിനയത്തിലാണെന്നുള്ളതാണ്. വരത്തൻ, ഹൃദയം, അങ്ങനത്തെ സിനിമകളിലൊക്കെ. കാതൽ, അത് പിന്നെ നമ്മൾ എഴുതുന്ന നോട്ടിയോ ഈ വേഷം ഞാൻ. അതെ, ഞാനിപ്പോൾ മൊത്തം 12 സിനിമയായി മൊത്തം ഇതുവരെ. ഒരു 2017 തൊട്ട് അതിൽ ഫസ്റ്റ് ചെയ്ത പടം കംപ്ലീറ്റ് ആയില്ല. അതൊരു ഷൂട്ടിംഗ് അവിടെ ബ്രേക്ക് ആയത്, പിന്നെ അത് ഇതായില്ല. ഇതുവരെ ഞാൻ ഇന്നലെ കൗണ്ട് ചെയ്തു 12 സിനിമയായി ഇപ്പോൾ മൊത്തം. അതിലിപ്പോൾ കാതൽ വരെ എത്തിയിരിക്കുന്നു. ഇനിയും അഭിനയിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇനിയിപ്പോൾ ടർബോ വരാനുണ്ട്, ടർബോയിലുണ്ട് മമ്മൂക്കാടെ കൂടെ. അങ്ങനെ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം. വിഷ്ണുജി എഴുതുമ്പോൾ തന്നെ നമ്മൾ ആദ്യം നോക്കുന്നത് റോണിച്ചേട്ടനായാലും ആദർശായാലും അഭിനയിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ. റോണിച്ചേട്ടനുള്ള ആക്ടറാണ്, നമ്മൾ ആദ്യം എഴുതി വെക്കും. അല്ല, ഇപ്പം ആദർശ 12 പറഞ്ഞാൽ എനിക്കും 14 എന്തോ ആയി. ഇറങ്ങാൻ ഒരു 3 പടം കൊറോണ സമയത്ത് ഇറങ്ങാനുണ്ട്. അപ്പം എഴുതി വെച്ചേക്കുന്നത് അഭിനയിക്കുക എന്നുള്ളൊരു ഭയങ്കര. അതിപ്പോൾ ഞാൻ ജോലി റിസൈൻ ചെയ്യുന്നത് അന്വേഷണത്തിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ്. 2019 കൊറോണയ്ക്ക് തൊട്ട് മുമ്പ്. പ്ലാനൊക്കെ ഭയങ്കര കറക്റ്റായിരുന്നു. ലൈഫൊക്കെ ഫുൾ കരിയറൊക്കെ സെറ്റ് ചെയ്തു. കുറച്ചാലും PG കഴിഞ്ഞു, കുറച്ചാലും ജോലി ചെയ്തു. അത്യാവശ്യം കാശൊക്കെ ഉണ്ട്, സെറ്റപ്പ് എന്നുള്ള രീതിയിൽ നിന്നൊക്കെ നടത്തുന്നു. അന്വേഷണത്തിൽ നല്ല ഈ പറഞ്ഞ പോലെ CV സാരേചേട്ടൻ തന്നെയാണ് നമ്മളെ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിലേക്ക് പശവും സാരേചേട്ടനോട് വിളിച്ച് അന്വേഷണത്തിൽ അഭിനയിച്ചു. പക്ഷേ പെട്ടെന്ന് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കൊറോണ അടിച്ച് വീട്ടിൽ കുത്തിയിരുന്നു. അന്നേരം 2 സാജൻ ബേക്കറി, ചതുർമ, അങ്ങനെ 2-3 പടം ചെയ്തപ്പോഴത്തേക്ക് കൊറോണ വന്ന് വീട്ടിലായി. പിന്നെ സ്ക്രിപ്റ്റ് കയ്യിലുള്ളൊരു ധൈര്യമുണ്ട്, എപ്പോഴായാലും അത് ഓണാക്കാൻ ഇറങ്ങണം. പിന്നെ നേരത്തെ അങ്ങ് ആവാം എന്നുള്ളത്. ചേട്ടന് ജോലിയുണ്ട്, അപ്പം ഒരാൾ ജോലി ഉണ്ടല്ലോ, ഒരു സമാധാനം ഉണ്ടല്ലോ. അപ്പോൾ നമ്മളൊരാൾ അങ്ങ് ഇറങ്ങി എന്നുള്ളൊരു സാധനമാണ്. ഓക്കെ, എപ്പോഴെങ്കിലും ഈ എഴുതുന്ന സമയത്ത് ഇതിന് ബഡ്ജറ്റ് കൂടുതലാവുന്നുണ്ടെങ്കിൽ എഴുതിയത് ഫുൾ മാറ്റി എഴുതേണ്ടി വന്നിട്ടുണ്ട്? ഇപ്പോൾ ആക്ച്വലി ചിന്തിക്കാറുണ്ട് കേട്ടോ. പ്രാക്ടിക്കൽ റൈറ്റിംഗ് അതൊരു കുറ്റമൊന്നുമല്ല. നമ്മൾ എഴുതുമ്പം അത്രയും വലുപ്പത്തിൽ. ഇപ്പോൾ എനിക്ക് ആക്ച്വലി RDX ഭയങ്കര അത്ഭുതമാണ്. ഒരു ഭയങ്കര ബഡ്ജറ്റിൽ അവരെങ്ങനെ അത്രയും കൺവിൻസ് ചെയ്തെടുക്കുക എന്നുള്ളത്. എഴുതുന്നത് പാടല്ല, ഷൂട്ട് ചെയ്യാനും കുഴപ്പമില്ല, ടാലൻ്റ് ആണ് ചെയ്യാം. പക്ഷെ ഇത് കൺവിൻസ് ചെയ്ത് എങ്ങനെ എടുപ്പിച്ചുകൊണ്ട് വരുന്നൊരു പ്രോസസ്സുണ്ട്. ഏറ്റവും 2018 ജൂഡേട്ടനെ മകലിനെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്ത് പറ്റും. കാരണം ഇതൊന്ന് കൺസീവ് ചെയ്യുക, ഇത് എഴുതി. നമ്മൾ പ്രളയം ഉണ്ടാക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ പ്രളയം കാണിക്കാൻ പോകുന്നത് നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. അത് ജൂഡനെ പോലെ ഒരു ടെക്നീഷ്യൻ പറഞ്ഞാൽ ഒരു പക്ഷേ വിശ്വസിക്കാം. നമ്മൾ റൈറ്റർ സൈഡിൽ ചിന്തിക്കുമ്പോൾ നമ്മളൊരു ഡയറക്ടർ അല്ല, റൈറ്റർ മാത്രമാണ്. നമ്മളൊരു സൈഡിൽ നിന്ന് എഴുതി തുടങ്ങുവാണെങ്കിൽ ഈ ടെൻഷൻ ഭയങ്കരമായിട്ടുണ്ട്. നമ്മൾ എഴുതുന്ന പടത്തിന് ബഡ്ജറ്റ്, നായകൻ ട്രെയിനിൽ കണ്ടുമുട്ടുന്നു, ട്രെയിന് ബഡ്ജറ്റ്, റെയിൽവേ, ഒരു ബസ്സിൽ കണ്ടുമുട്ടുന്നു. അപ്പോൾ പിന്നെ നോക്കുമ്പോൾ ബസ് KSRTC, അതും പാടാണ്. പ്രൈവറ്റ് ബസ്സിൽ കണ്ടുമുട്ടുന്നു. അവസാനം അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ എല്ലാ പരിപാടിയിലും കുറേയൊക്കെ. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ മാസോടം വലിയ പടം എഴുതുമ്പോൾ ഏത് സ്റ്റാർ ആണെന്നുള്ള മൈൻഡിൽ ധാരണ ഉണ്ടല്ലോ. നമ്മൾ രാജുവേട്ടനെ വെച്ചൊരു പടം അല്ലെ ഫഹദിനെ വെച്ചൊരു പടം ചിന്തിക്കുവാണെങ്കിൽ ആ സ്കെയിൽ നമുക്ക് എഴുതാനുള്ള ലിബർട്ടി ഉണ്ട്. അതുപോലെ ഓരോ ആർട്ടിസ്റ്റ് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഘട്ടമാണല്ലോ. അതായത് പള്ളിപ്പെരുന്നാള്, കാർണിവല്, ഹോസ്പിറ്റല്. അപ്പോൾ എപ്പോഴും അപ്പോൾ ഈ പറഞ്ഞ പോലെ ബഡ്ജറ്റിന്റെ കൺസേൺ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്റർവെൽ ബ്ലോക്ക് വരുന്നത് കാർണിവലിനാണല്ലോ. അപ്പൊ ഞങ്ങളിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം മഹാരാജാസ് കോളനിയുടെ ഓണാഘോഷം പരിപാടി വല്ല ആക്കിയാലോ. കാരണം
ഉറപ്പായിട്ടും ഇപ്പോൾ വിഷ്ണുഭായി പറഞ്ഞ പോലെ അത്തരത്തിലുള്ള ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ വിശ്വസിച്ച് പ്രൊഡ്യൂസറും അതിനോടൊപ്പം തന്നെ അത് കോൺഫിഡൻസോട് കൂടിയിട്ട് മേക്ക് ചെയ്യാനായിട്ട് നഹാസും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര സമ്മതിച്ചു പറ്റും. ഇപ്പോൾ ആൻഡ്രോ ചേട്ടനും ഒരു വേണു സാറാണെങ്കിലും ഇവിടെ മാഡം ആണെങ്കിലും ചെയ്യുന്നൊരു അത്രയും ബഡ്ജറ്റിനൊക്കെ മേളിൽ രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങുക, ഇവരുടെ കണ്ടന്റിനെ വിശ്വസിച്ച് ഇറങ്ങുക എന്ന് പറയുന്നത് ഭയങ്കര risk ആണ്. ഞങ്ങളുടെ നെയ്മർ എന്ന് പറഞ്ഞ സിനിമയിലാണെങ്കിലും ക്ലൈമാക്സ് ഇപ്പൊ ആ ഒരു ഡോഗിനെ വെച്ചിട്ട് നമ്മൾ എത്ര ദിവസം ഷൂട്ട് ചെയ്ത് 18 ദിവസം ഷൂട്ട് ചെയ്തത് ക്ലൈമാക്സ്. അത് വലിയൊരു സന്നാഹമായിരുന്നു, വലിയൊരു പരിപാടിയായിരുന്നു. അത് നമ്മളെ വിശ്വസിച്ച ആ പ്രൊഡ്യൂസർ നിന്നുകൊണ്ട് തന്നെയാണ്. കുഴിക്കകത്ത് വീഴുന്നു, അവിടെ കയറുന്നു, എന്തൊക്കെ ഞങ്ങളാണെങ്കിലും മധുരമനോരം പോലും നമ്മൾ എത്ര പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്ത് പോയതാണ്. ഇപ്പൊ ഈ പ്രൊഡ്യൂസർ ഈ പറഞ്ഞ പോലെ പുതിയ ഡയറക്ടർ സ്റ്റെഫി, പുതിയ റൈറ്റേഴ്സ്, നമ്മൾ അങ്ങനെ എല്ലാ രീതിയിലും അവരും നമ്മൾ ഇതുപോലെ പക്ഷെ വിശ്വസിച്ചു. അതിനകത്ത് നമ്മൾ എഴുതിയ ഒന്നും വെട്ടേണ്ടി വന്നില്ല. നമ്മളൊരു മീറ്റർ പിടിച്ചാ എഴുതി പോയിരുന്നത്. ഇത് നമ്മൾ തുടക്കം മുതലേ ഈ ആർട്ടിക്സിൻ്റെ ഉള്ളതുകൊണ്ട് ഇവർക്ക് ഫ്രം ദ ബേസിക് തൊട്ടേ മേഡം കൂടെ ഉണ്ട്, പ്രൊഡക്ഷൻ ഉള്ളതുകൊണ്ട്. നമ്മുടെ ആദ്യത്തെ നമ്മൾ പറഞ്ഞല്ലോ ഒറിജിനൽ റീസൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറുതാ, അതിന് ബഡ്ജറ്റും ഇല്ല. പകരം ഞങ്ങൾ പറഞ്ഞത് പള്ളിപ്പെരുന്നാൾ. അപ്പോൾ വാവ്, അത് ഓക്കെ, അതായത് കാരണമല്ലോ വാവ് കേൾക്കുമ്പോൾ കഥ കേൾക്കുമ്പോൾ ഭയങ്കര. ഞങ്ങളിടയ്ക്ക് കണ്ടെയ്നർ യാർഡിൽ ഫൈറ്റ് വെച്ചായിരുന്നു. നഹാസ് ഞങ്ങളെ വാങ്ങിക്കടിച്ച് രണ്ടോ അത് നമ്മള് ജൂഡേട്ട എനിക്ക് ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ഇഷ്ടമുള്ള എഴുതി വെച്ചോ. ഭാഗ്യവാൻ. അല്ല, എനിക്ക് ആദ്യമേ ഇല്ല, എനിക്ക് ഈ കോൺഫിഡൻസ് ഇല്ല. സ്റ്റാർട്ടിങ് ഈ ഷിപ്പ് വരുന്നതും കടലിലെ സീനൊക്കെ എഴുതാൻ പറഞ്ഞപ്പോൾ അവർ ചേട്ടാ ഇതൊക്കെ എങ്ങനെ ചെയ്യും ചേട്ടാന്ന് ചോദിച്ചു. നമ്മളിതുവരെ കണ്ടിട്ടില്ല. നീ എഴുതലാന്ന് പറഞ്ഞു, ധൈര്യമായിട്ട് എഴുതാൻ പറഞ്ഞു, നമുക്ക് എന്നിട്ട് വേണമെങ്കിൽ വെട്ടണോ വേട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് വെച്ചിട്ട് ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതി പോകുമായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് മിക്കതും എടുത്തിട്ടുണ്ട്, ഒരു 90% എടുത്തിട്ടുണ്ട്. ആ ഹെലികോപ്റ്റർ സീനോ? അയ്യോ, അത് എഴുതി വെച്ചതാ. അതപ്പം ഞാൻ ചോദിച്ചു ചേട്ടാ ഹെലികോപ്റ്റർ നമ്മൾ വരുത്തും. അതായത് പുള്ളിക്ക് ആ സമയത്ത് എനിക്കറിയത്തില്ല എങ്ങനെയാണ് ഇത്രയും കോൺഫിഡൻസ് കിട്ടുന്നതെന്ന്. എനിക്ക് അതിലാണ് പുള്ളിയോട് ഭയങ്കര ആദരവുള്ളത്. ഭയങ്കരമായിട്ട് എന്ത് എഴുതി വെച്ചാലും പുള്ളിക്ക് ചെയ്യണം, അല്ലെങ്കിൽ പുള്ളി അത് ഒരു സിനിമയിൽ നിന്ന് എടുത്തിട്ട് കാണിച്ചിട്ട് ഇവർ ചെയ്തിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ. എന്നിട്ട് പുള്ളി അതിനെപ്പറ്റി എങ്ങനെ ലോ ബഡ്ജറ്റിൽ ചെയ്യാമെന്ന് പോലും ഇത് ചെയ്യും. പിന്നെ ആർട്ട് ഡയറക്ടറും കൂടെ നല്ല ആളായിരുന്നു. പുള്ളിയും കൂടെ വന്നപ്പോൾ അങ്ങ് കൊഴുത്തു. അത് തന്നെ ജോർഡൻ്റെ കമാൻഡിങ് പവർ. അല്ലെന്നുണ്ടെങ്കിൽ പുള്ളി ആ സാധനത്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, നമ്മുടെ ഏതൊരു പോർഷൻ കൂടെ എൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടൻ അപ്പുറത്തോട്ട് നമ്മൾ ലൊക്കേഷൻ ഷിഫ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ ലൊക്കേഷൻ ഷിഫ്റ്റ് അവിടെ ചെല്ലുമ്പോൾ 1.5 മണിക്കൂർ പോലും. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഫുൾ ലൈറ്റ് ചെയ്തിട്ട് ചെന്ന് പറഞ്ഞ ഷോട്ട് എടുക്കണത് ഞാൻ പൊതുവെ അങ്ങനെ കാണാറില്ല. അപ്പോൾ ഓൾറെഡി ഇവർ അതിനിടയ്ക്ക് പോയിട്ട് എപ്പോഴോ അത് കറക്റ്റായിട്ട് DOP കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് ലൈറ്റ്സ് ഒക്കെ അവിടെ സെറ്റ് ചെയ്ത് ഇവിടുത്തെ ഷോട്ട് കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോഴേക്കും അടുത്ത് എടുത്ത് കഴിഞ്ഞു. ഒരുപാട് സ്ഥലത്ത് കഥ പറയാൻ പോയിട്ടുണ്ടോ? ഇഷ്ടം പോലെ. എല്ലാവരും പോയിട്ടുണ്ടോ? എല്ലാവരും ഫസ്റ്റ് ടൈമേഴ്സ് അല്ല, ഇഷ്ടം പോലെ പോയിട്ടുണ്ടോ? ആണോ? അത് ഇപ്പൊ കല്ലൂർ ഒരു ചേച്ചി ഉണ്ട്, മറ്റേ ഫോട്ടോ പ്രിന്റിങ് ഇതെടുക്കുന്ന. എല്ലാവരും അവിടെ കല്ലൂർ തന്നെ ആയിരിക്കും. അവിടെ ഞാൻ മറ്റേ 2 നില വീടൊക്കെ ആയി കാണും. നമ്മുടെ മാത്രം സ്ക്രിപ്റ്റ് പ്രിന്റ് എടുത്തിട്ട് നമ്മളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. വീണ്ടും വന്നു അവരായിരിക്കും തോന്നുന്നു പ്രാർത്ഥിക്കുന്നത് ഇവന്റെ പണം ആണല്ലോ, എല്ലാ ആഴ്ചയോടെ വരുന്നുണ്ടല്ലോ. പിന്നെ പല ദിവസം പിന്നെ എല്ലാ പ്രൊഡക്ഷൻസിൽ പോകുമ്പോൾ ഒരു കോപ്പി അവിടെ കൊടുക്കുമല്ലോ, തിരിച്ചു ചോദിക്കാനുള്ള മടുപ്പുണ്ട്. ചിലപ്പോൾ അവിടെ ഇരുന്നു, അല്ലെ ചില ഡയറക്ടേഴ്സിന്റെ അടുത്ത് പോകുമ്പോൾ അവിടെ ഇരിക്കുമല്ലോ, അങ്ങനെ ഇരുന്നു. അപ്പൊ അങ്ങനെ ഓരോ തവണ പ്രിന്റ് എടുത്ത് മമ്മൂക്കയുടെ അടുത്ത് കഥ പറയുമ്പോൾ പേടി ഉണ്ടായിരുന്നില്ലേ? പിന്നെ പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ മാറി. ആണോ? ആദ്യത്തെ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് എന്താ പറഞ്ഞു? നമുക്ക് അത് പുള്ളിയുടെ ഒരു പോസിറ്റിവിറ്റി നമ്മളെ ഗുണം ചെയ്തെന്നുള്ള ഇപ്പൊ അല്ലേ, എല്ലാവർക്കും അത് തന്നെ എക്സ്പീരിയൻസ്. കാരണം നമ്മൾ ഭയങ്കര പ്രജുഡിസ്ഡ് ആയിട്ടാണ് പോവുക. അതായത് പല ഗോസിപ്പുണ്ട്, ഇന്ന പോയിന്റ് ഇന്ന വന്നാൽ ഫോൺ എടുക്കും, ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ മുഖത്ത് നോക്കിയില്ലെങ്കിൽ ഇതാണ് മൈൻഡ്, ഇതല്ലെങ്കിൽ ഇത്. നമുക്ക് ഞങ്ങളുടെ നരേഷനൊന്നും നമുക്ക് ഒറ്റ പ്രാവശ്യം പോലും ഫോൺ എടുത്തില്ല. മുഖത്തേക്ക് നോക്കിയിരിക്കുന്നു. നമുക്കത് പേടിയായിരുന്നു. ലാപ്പിൽ നോക്കിയിട്ട് ഇടയ്ക്ക് ഞാൻ ഏതൊരു സീനൊക്കെ അവസാനം ക്ലൈമാക്സ് സെക്കൻഡ് ഹാഫ് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ നോക്കി ഇടയ്ക്ക് എപ്പോഴും ഒന്ന് ആദ്യം നമുക്ക് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് എന്തോ വായിച്ചുകൊണ്ടിരിക്കുന്ന അവസാനത്തിൽ 2-3 സീനായപ്പോൾ ഇത്തിരി ഇമോഷണൽ സീനുകൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കണം സെറ്റ് വർക്കായി. നമുക്ക് ഭയങ്കര ഞങ്ങൾ വായിച്ചപ്പോഴത്തേക്കും സെക്കൻഡ് ഹാഫ് ഒക്കെ എത്തിയപ്പോഴത്തേക്കും ചില സീനുകളിൽ ഭയങ്കര എക്സ്പ്രസീവ് ആയിരുന്നു. കണ്ണ് നിറഞ്ഞ അങ്ങനത്തെ ഒരു മൊമെന്റ് ഒക്കെ ഞങ്ങൾക്ക് കിട്ടി നേരിട്ട്. നല്ല പേടിയുണ്ടായിരുന്നു. റോണിച്ചേട്ടനൊക്കെ പലപ്പോഴും സാറിനെ കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യം എത്ര അടുത്തിരുന്ന് കാണണം. ഫസ്റ്റ് ഇവൻ എൻ്റെ പോരുമ്പോൾ അത് കാണുന്നത്. അപ്പം ഞാനിങ്ങനെ കയറുമ്പോൾ വെച്ചാൽ പല ഭീഷണിയും വരും. പക്ഷെ അളിയ അന്ന് ജയനല്ല, മനോജ് ഞാനൊന്ന് പറയണം മറക്കരുത്. ഞാനിങ്ങനെ അപ്പോൾ ഇവൻ ചെന്ന് തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞു അളിയാളെ മറ്റേ. അപ്പോൾ പുള്ളി എന്താണെന്ന് കാരണം ചോദിച്ചു. അപ്പോൾ ഞാനൊരു കാരണം പറഞ്ഞു, ഇത് ഞാൻ എന്തുകൊണ്ട് ഈ പടം ചെയ്യണം എന്നുള്ള കാര്യം ചോദിച്ചു. അപ്പോൾ എൻ്റെ ഡയറിയൊക്കെ തുറന്നിട്ട് ഒരു പരിപാടിയൊക്കെ പറഞ്ഞ് പറഞ്ഞു സാർ ഇനി ബാക്കി എടാ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു തുടങ്ങി നമ്മുടെ കാര്യം പറഞ്ഞ് പിന്നെ അങ്ങോട്ട് കയറി. പിന്നെ സാർ ഇന്നായി. ജയവിഷ്ണുവിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു, വിജയ് സേതുപതിയുടെ. അതിൽ വിജയ് സേതുപതി പറഞ്ഞു ഞാൻ ചെന്നൈയിൽ ഒരുപാട് ചാൻസ് വെച്ച് നടന്നിട്ടുണ്ട്.
ഉണ്ടോ? അതായത് പുള്ളി ഞാൻ അന്ന് CPCയുടെ ഭാഗമായിട്ട് ഇൻ്റർവ്യൂ എടുത്തപ്പോഴാണ്. അപ്പം ആ സമയത്ത് നമ്മൾ ഈ പറഞ്ഞ ഭയങ്കരമായ സിനിമ പോകാൻ വഴി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്നാൽ വീട്ടിൽ നിന്ന് ഒരു സൈഡിൽ നിന്ന് പഠിത്തം വിടാൻ സമ്മതിക്കില്ല. അപ്പം 2009 ഡിഗ്രി കഴിയുന്നു. ആ ഒരു സമയത്ത് PG. അപ്പോൾ ചെന്നൈയിൽ സിസ്റ്റർ സെറ്റിൽഡാണ്. അപ്പോൾ കുറച്ചാലും ചെന്നൈയിൽ വർക്ക്, ഒന്നുകിൽ കൊച്ചി അല്ലെ ചെന്നൈ, അതാണ് സിനിമ എന്നുള്ള കൺസെപ്റ്റിൽ എങ്ങനെയൊക്കെയോ വർക്ക് കറക്കി തിരിച്ച് വീട്ടുകാരെ കൺവിൻസ് ചെയ്തിട്ട് ചെന്നൈയിലെത്തി കഴിയുമ്പോൾ ജോലിക്ക് പോകും. പിന്നെ അല്ലാത്ത സമയങ്ങളിൽ പറഞ്ഞ് മറ്റേ AVM സ്റ്റുഡിയോ പോയി നിന്ന സിനിമ എന്നുള്ള പ്രതീക്ഷ ഉണ്ട്. വെളിയിൽ അത് നോക്കിയിരിക്കും. പക്ഷെ അവിടെ അകത്ത് കയറി പോകാനുള്ള ധൈര്യമൊന്നുമില്ല, അവർ കയറ്റി വിടത്തുമില്ല, ചോദിക്കാനുള്ള ധൈര്യമില്ല. പിന്നെ സിനിമാക്കാരനാൻ വേണ്ടി ചെന്നൈ പോയെന്ന് ചോദിച്ചാൽ പൈപ്പുള്ളൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് അവിടെ പോയി നിൽക്കും. വീട്ടിൽ പെങ്ങളുടെ വീടുണ്ടായതുകൊണ്ട് അവിടെ പോയി ഫുഡ് കഴിക്കും. അങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ ഒരേ ആഗ്രഹമായി നടന്നിട്ടുണ്ടെന്ന് ലിറ്ററലി അത് മീൻ ചെയ്താണ്. ഒരേ ആഗ്രഹമായി ചെന്നൈയിൽ 2 സമയം അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ, പുള്ളി അപ്പുറത്തുണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്ക് ഒരു ടീം ഉണ്ടായിരുന്നു, പുള്ളി കയറി പോയി. നമ്മളപ്പോഴും ഈ ജോലിയായിരുന്നു. കുറേ വർഷം 2018-19 വരെ വർക്ക് ചെയ്യായിരുന്നു, സെയിൽസിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഓരോ കഷ്ടപ്പെട്ട് പൊയ്ക്കൊണ്ടിരുന്നത് കൊണ്ട് കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ ആക്ച്വലി എനിക്കൊന്ന് പുള്ളി പറഞ്ഞൊരു പോയിന്റ് ഭയങ്കര കറക്റ്റാണ്. നിങ്ങൾ സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ഒരു പ്രയോഗം ഭയങ്കര തെറ്റാന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടി നടക്കുകയാണ്. അതിന് നിങ്ങൾ മറ്റ് ഓപ്ഷൻസ് കളഞ്ഞിട്ടാണ്. നമുക്ക് പഠിക്കാൻ, ജോലിക്ക് പോകാം, വേറെ പണിക്ക് പോകാം, കാശ് കിട്ടുന്ന പണികളുണ്ട്, അതൊന്നും ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്ത് നിങ്ങളൊരു ശ്രമം നടത്തുന്നതിന് എന്തിനാണ് നിങ്ങൾ കഷ്ടപ്പാടെന്ന് പറയുന്ന അർത്ഥത്തിൽ പുള്ളി ഒരു സാധനം. അത് ഭയങ്കര പോയിന്റാണ്. ഇപ്പോൾ അന്ന് നമുക്ക് തോന്നും നമ്മൾ ഭയങ്കര കഷ്ടപ്പെടുവാണല്ലോ, പടം ഉണ്ടാക്കാൻ നടന്ന ഒരു 5-6 വർഷം നമുക്ക് ഭയങ്കര കഷ്ടപ്പെടുവാണല്ലോ. പക്ഷേ പുള്ളി അത് പറയുന്നത് ഭയങ്കര മീനിങ് ഉണ്ട്. അത് ഭയങ്കര കറക്റ്റ്. ഇപ്പോൾ ഇനിയാണെങ്കിൽ ഈ പറയുന്ന ഇനിയുള്ള വെറും ഭാവിയിൽ ഇപ്പം പണം ചെയ്യാൻ നടക്കുന്ന നമുക്ക് പിള്ളേർക്ക് മെസ്സേജ് അയക്കുന്ന പോലെ അവരോട് പറയുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇത് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. കഴിഞ്ഞ ദിവസം ഇതും പറഞ്ഞ പോലെ നല്ലൊരു കഥയാണെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിൽ കൂടെ എഴുത്തുകാരനെ തപ്പി സിനിമ വരും. അത് വരേണ്ടതാണ്. ഞാൻ ജയ് വിഷ്ണു എന്ന പേര് ആദ്യം കേൾക്കുന്നത് CPCയിലാണ്, പാരഡൈസ് ക്ലബിലാണ്. ഇപ്പോഴും ആക്റ്റീവ് ആണോ? ഗ്രൂപ്പുണ്ട്. ഞാൻ പിന്നെ സിനിമാ പരിപാടികളൊക്കെ ആയിട്ട് കുറച്ച് കാലമായിട്ട് നമ്മുടെ ഒരു ഇപ്പം എന്താ ഒരു ലൈഫിലൊരു മൊമെൻറ്റ് വരുമ്പോൾ നമുക്ക് ജീവിക്കാനുള്ള മാർഗ്ഗം തേടി ഇറങ്ങുന്ന പറഞ്ഞാൽ ജോലി റിസൈൻ ചെയ്തപ്പം തൊട്ട് നമ്മൾ ഫുൾ ടൈം സിനിമയിലാണ്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഇച്ചിരി മാറി നിൽക്കുകയാണ്. ഒരു ഗ്രൂപ്പുണ്ട്, ഒരു സൈഡിലുണ്ട്. നമ്മുടെ ഈ പരിപാടികളിലേക്ക് സിനിമ നടക്കണം, ജീവിക്കണം എന്നൊരു സാധനത്തിലേക്ക് വന്നു. റിയൽ സ്റ്റോറി എഴുതാൻ കുറച്ചുകൂടി ഈസി ആണോ? കുറച്ചും കൂടി എളുപ്പമാണ്. നമ്മൾ ഫിക്ഷണലായിട്ട് ഒരു സെക്കൻഡ് ഹാഫ് നമ്മൾ അവരിപ്പോൾ ചെയ്ത യാത്രയും നമ്മുടെ യാത്രയും നമ്മളൊരു ബന്ധമില്ല. പക്ഷെ എന്നാലും കുറച്ചും കൂടി എളുപ്പമാണ് തുറന്നു പറയുന്നുണ്ട്. പക്ഷേ എനിക്കൊന്ന് അവിടെ ചേട്ടൻ പറഞ്ഞൊരു പോയിന്റിൽ ഒരു മുമ്പേ പറഞ്ഞ പോയിന്റ് ഉണ്ട്. അതായത് ആ സൈബർ സാധനം കാണിക്കണമെന്ന് പറഞ്ഞാൽ അത്രയും കൺവിൻസ് ചെയ്ത് അതാണ് റിയൽ കഥ. നമ്മൾ റിയൽ എഴുതുമ്പോൾ ഉള്ളൊരു സാധനം ഇപ്പോൾ നമ്മളെല്ലാവരും എഴുതുമ്പോൾ ചില സാധനങ്ങൾ നീണ്ടുപോകും. പക്ഷേ ആ ഒരു ഫിലിം മേക്കിംഗ് സ്റ്റൈൽ ഇപ്പം അവർ രണ്ടുപേരും ആ പടം എഴുതുമ്പോൾ അവരുടെ മൈൻഡിലൊരു ഈ പടം ഈ ഒരു രീതിയിലായിരിക്കും ഏകദേശം എടുക്കുന്നത്. അപ്പോൾ അവർക്ക് അത് എഴുതിയേ പറ്റൂ. അതൊരു റൈറ്ററുടെ ഒരു സമാധാനം, സാറ്റിസ്ഫാക്ഷനാണ്. അത് എഴുതാതെ സ്കിപ്പ് ചെയ്ത് പോകാൻ അവർക്ക് തോന്നത്തില്ല. അപ്പോൾ അത് പറയുന്ന പോലെ വായിക്കുമ്പോൾ സ്പീഡ് തോന്നും. പക്ഷെ അത് മേക്ക് ചെയ്ത് വരുമ്പോൾ അത് വർക്കാണ്. പക്ഷെ ഈ ഒരു പ്രോസസ്സ് കിടക്കണം. അത് റിയൽ ആയിട്ടുള്ള സംഭവങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. RDX പോലെ നമുക്ക് ഭയങ്കര അടിപൊളി അങ്ങനെ അടി ഇടിച്ചാൽ നമുക്ക് ഓക്കെയാണ്. വീട്ടിനകത്ത് കയറി ഇങ്ങനെ ഇടിച്ചാൽ ഇടിക്കണം, തിരിച്ചിടിക്കണമുള്ള സാധനമാണ്. അതിൽ നമ്മൾ ഇന്നാണ്. പെപ്പെ ഗ്രൗണ്ട് വെച്ച് ഫസ്റ്റ് ഇടിച്ച് താഴെ ഇടുമ്പോൾ നമ്മൾ ഇന്നാണ്. ഞാൻ തിയേറ്ററിൽ എണീറ്റ് നിന്ന് കഴിച്ചു. നമ്മൾ അതേ സാധനം നമ്മൾ 2018 കാണുമ്പോഴും കൈയടിക്കുന്നുണ്ട്. ബോട്ടിൽ സീൻ വരും. 2 രീതിയിൽ നമുക്ക് അറിയാവുന്ന ടൈപ്പിലെ പടങ്ങൾ നമ്മളൊരു റിയൽ ലൈഫ് ബേസ് ചെയ്തിട്ടൊരു പടത്തിലും ഒരു ഫിക്ഷൻ ഉള്ളൊരു പടത്തിലും നമുക്ക് കൈയടിക്കാൻ പറ്റുന്നുണ്ട്. അത് ഭയങ്കര നല്ല കാര്യമല്ലേ? എനിക്ക് നമുക്ക് ഈ കണ്ടന്റുകൾ കുറെ കിട്ടും. നമുക്ക് ഇങ്ങനെ റിയൽ ആണെങ്കിൽ കണ്ടന്റുകൾ കിട്ടും. പിന്നെ അത് പോളിഷ് ചെയ്യാം. അതെ റെഫറൻസുകൾ ഉണ്ടാവും. പിന്നെ അതിന്റെ വേറെ കുറെ സാധനങ്ങൾ നമ്മൾ ഇപ്പോൾ ടിപ്പിക്കലായിട്ട് ഒരു ASI ഒരിക്കലും നമുക്ക് ഞങ്ങൾ രണ്ടുപേരും ട്രോൾ ചെയ്ത സാധനമാണ്. ASI ഒരിക്കലും ഒരു SP-നെ തിരിച്ച് നമ്മൾ വഴക്ക് മക്കാണൊന്നും ഉണ്ടാക്കില്ല, എന്നാലും പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ പലപ്പോഴും പറയും എവിടെയോ ASI SP-നെ വഴക്ക് വരുന്നത് എന്നെ പേടിപ്പിച്ച് നിർത്തി. ഞാൻ പറഞ്ഞു നമുക്ക് അതുകൊണ്ടാണ് കുട്ടേട്ടൻ അവസാനം പറഞ്ഞത് സാറേ ജോർജിൻ്റെ ആ സമയത്തുള്ള അഗ്രഷൻ സാറ് കാര്യമായിട്ട് എടുക്കരുത്. ഇപ്പോൾ ഇയാൾ ബേസിക്കലി ഒരു സാത്വികനായ ഒരു മനുഷ്യനാണ് ചോടൻ എന്നൊക്കെ പറഞ്ഞു. എന്തെങ്കിലുമൊക്കെ നമുക്ക് ഈ പണ്ടേ അല്ല നമ്മൾ ഈ പത്രത്തിലൊക്കെ സുരേഷ് ഗോപി സാർ ഇങ്ങനെ എടുത്തിട്ട് പോലീസുകാരൊക്കെ ഇരിക്കുന്ന കണ്ടുകൊണ്ട് ഒരു സൈഡിൽ നമ്മുടെ മൈൻഡിൽ ആ പടങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ഓക്കെയാണ്. മംഗലശ്ശേരി നീലകണ്ഠനൊക്കെ ഇതൊക്കെ ചെയ്തിട്ടുള്ളതുണ്ട്. നമുക്കാണല്ലോ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ധ്രുവത്തിലും എല്ലാം. അപ്പം നമുക്കിത് സെറ്റാണ് ഈ പരിപാടികൾ, കുഴപ്പമില്ല. പിന്നെ ഈ റിയൽ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ പോകുമ്പം ഈ പോലീസുകാർ നമ്മളോട് തന്നെ പറയുന്നത് എന്താണെന്ന് ആ സിനിമയിലൊക്കെ കാണിക്കുന്നത് ഭയങ്കര അബദ്ധമാണെന്നൊക്കെ പറഞ്ഞാൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ തന്നെ നമ്മളോട് സംസാരിക്കുന്നത് അങ്ങനെയാണ്. അപ്പം നമ്മളും ഇത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള സാധനമുണ്ടല്ലോ. ഈ ആക്ഷൻ ഹീറോ ബിജുവിന് ശേഷം കുറെയൊക്കെ സിനിമയിൽ പോലീസുകാരുടെ സമീപനമൊക്കെ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. കുറച്ചും കൂടെ ഷായി കബീർക്ക് വന്ന് പുള്ളിയുടെ ഒരു റൈറ്റിംഗ് സ്റ്റൈൽ വന്നപ്പോഴേ ഷായി കബീറിന്റെ സിനിമകൾക്ക് ഇച്ചിരി ലൈവ്നെസ് ഉണ്ട്. അപ്പോൾ ഇക്ക വന്നതിന് ശേഷമുള്ള സിനിമകളിൽ ആ മാറ്റമുണ്ട്. പക്ഷേ ഇത് ചില സമയത്ത് പറ്റത്തില്ലെന്നേ. നമ്മൾ ഈ ഫിക്ഷൻ ഇത് മിക്സ് ചെയ്തിട്ടിരുന്ന പടങ്ങൾ എഴുതുമ്പോൾ ഇത് ഭയങ്കര പാടാണ്. എല്ലാ ലോജിക്കും എല്ലാ ഇതും മാസീനപ്പോൾ വർക്ക് ആവണമെന്നില്ല. എല്ലാം കൂടെ പാടാം. RDX നടക്കുമ്പോൾ പോലീസുകാരിൽ എവിടെ ആയിരുന്നു അത് ചോദിക്കാമല്ലോ. മേള നടക്കുമ്പോൾ പോലീസുകാർ എവിടെ ആയിരുന്നുള്ള സാധനം ഉണ്ടല്ലോ. പക്ഷെ നമ്മളതൊന്നും ഓർക്കുന്നില്ല. നമ്മൾ ഇന്നാണ് ആ ലോജിക്ക് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. നമ്മളെ ഫ്രീഡം ആണ്, നമുക്കൊന്നും ചെയ്യാമല്ലോ.
ഈ ഒരുപാട് ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്, പണ്ട് പൊന്മുട്ടയിടുന്ന താറാവ് പോലത്തെ സിനിമ ഇപ്പോൾ ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ മേലെപ്പറമ്പിൽ അത് ഈയിടയ്ക്ക് അവസാനം മറ്റേ കുഞ്ഞിരാമായണം വരെ എന്നുള്ള സാധനം വന്നത്, എവിടെ ചെന്നാലും കുഞ്ഞിരാമായണം പോലത്തെ പരിപാടി അത് എല്ലാ കാലഘട്ടങ്ങളും അതനുസരിച്ചുള്ള പടം വരും. ഇവിടെ പ്രളയം ഉണ്ടായപ്പോൾ ഇവിടുത്തെ ഫിലിം മേക്കേഴ്സ് അതിനെ ഒരു ഇതായിട്ട് എടുത്ത് കണ്ടന്റായിട്ട് എടുത്ത് ഇവിടുത്തെ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് ഉണ്ടാക്കി. ഓരോ സമയത്ത് അന്നത്തെ മാസ പടങ്ങൾ ദേവാസുരവും ധ്രുവവും കമ്മീഷണറും ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇവർ RDX പോലത്തെ ഒരു പടം ചെയ്യുന്നു. അന്നത്തെ സോഷ്യലി അവയർനെസ് ഉള്ള ഒരു കെ ജി ജോസ് സാർ എടുത്ത പോലത്തെ പടങ്ങൾക്ക് ഇവിടെ കാതൽ പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അന്നത്തെ റിലീസ് സിനിമകൾക്ക് ഇവിടെ കണ്ണൂർ സ്ക്വാഡ് വരുന്നുണ്ട്. അന്നത്തെ ഈ പറഞ്ഞ കൊച്ചു പടങ്ങളെ പോലെ തന്നെ മധുരമനം പോലത്തെ സിനിമകൾ സംഭവിക്കുന്നുണ്ട്, ഫയലിംഗ് നടക്കുന്നുണ്ട്, കുറേ പടങ്ങൾ നടക്കുന്നുണ്ട്, നെയ്മർ വരുന്നുണ്ട്. എല്ലാ ജോണറിലും സമൂഹം മാറി. ഇപ്പം അന്നത്തെ കാലമല്ല ഇപ്പം. അപ്പം അതിൻ്റെതായ ഒരു മാറ്റം, ആ മാറിയ രീതിയിലുള്ള ഫാമിലി സബ്ജക്ട്സ് ഇപ്പോഴും വരുന്നുണ്ട്, അത് അംഗീകരിക്കപ്പെടുന്നുണ്ട്. നാടില്ല, നാട്ടുമ്പുറങ്ങളില്ല, അങ്ങനെ കുറെ. പിന്നെ കൈ മൊബൈൽ ഉള്ളപ്പോൾ എല്ലാ സാധനവും ഒറ്റയടിക്ക് കിട്ടും. അമ്മാവനും മുത്തച്ഛനും ഇല്ല, വെളിച്ചപ്പാടില്ല. മൊബൈൽ ഇരിക്കുകയല്ലേ, നമുക്കൊരു കുറെ കാര്യങ്ങൾ ഇപ്പോൾ എഴുതുമ്പോൾ പണ്ടത്തെ സിനിമ എന്തുകൊണ്ട് ഇപ്പോഴത്തെ കുറെ ലോജിക്ക് മൊബൈൽ അങ്ങ് കൊണ്ടുപോയി. കയ്യിൽ ക്യാമറ ഉണ്ട്, അപ്പോൾ കുറെ ലോജിക്ക് അവിടെ കട്ട് ചെയ്തേ പറ്റും. കാരണം കൈ മൊബൈൽ ഉണ്ട്, ഫോട്ടോ എടുത്ത് CCTV ആണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്, ഒന്നും എഴുതാൻ പറ്റത്തില്ല. ആണോ? CCTV ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം നമ്മൾ ചില കാര്യങ്ങൾ പിടിച്ചു കഴിയുമ്പോൾ പിള്ളേർക്ക് കഷ്ടപ്പെട്ട എഴുതിയൊരു പോയിന്റ് വരുമ്പോൾ അവിടെ CCTV വെച്ചാൽ പോരെ. ആരെങ്കിലും ആരുടെ കഥ പറയുമ്പോൾ, ഫ്രണ്ടിന്റെ കഥ പറയുമ്പോൾ അവിടെ CCTV വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞില്ലേ, ശരിയാണല്ലോ. CCTV കൊണ്ട് വലിയ പ്രയോജനം ഇല്ലാത്ത സിറ്റുവേഷൻസ് ഇപ്പോഴും അടുത്ത കാലത്തുണ്ട്. അതെ 2 ദിവസം മുമ്പ് അതെല്ലാം ഉണ്ടായിരുന്നു. അതെ, പിന്നെ നമ്മൾ ഒത്തിരി സിനിമയിൽ തന്നെ എഴുതിച്ചാൽ അവിടെ CCTV ഉള്ളത് വർക്ക് ചെയ്യുന്നില്ല എന്നൊരു സാധനം നമ്മുടെ റൈറ്റർ എക്സ്ട്രാ ബുദ്ധി കാണിച്ച് അങ്ങോട്ടങ്ങ് ഇട്ടുള്ളൂ. ഈ CCTV പേടിച്ചിട്ടാണോ കഥ 80കളിലും 90കളിലേക്ക് മാറ്റുന്നത്? ചില പടങ്ങൾക്ക് ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ടും ചില RDX കുറച്ച് പീരീഡ് പിടിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് ഈ പള്ളിപ്പെരുന്നാളിന് ഫോൺ ഉണ്ടാവുമല്ലോ എല്ലാവരും കയ്യിൽ, മാറി ഇനിയുമ്പോൾ തിരിച്ചറിയാൻ പാടുന്നല്ലോ. അതുകൊണ്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്തൊരു വീഡിയോ ക്യാമറ. കഷ്ടപ്പെട്ട് നമ്മൾ എഴുതിയിട്ടും വേണ്ടത്ര അംഗീകാരം കിട്ടുന്നില്ല, അല്ലെങ്കിൽ വേണ്ടത്ര പ്രതിഫലം കിട്ടുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? രാഘവന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടല്ല ഉദ്ദേശിക്കുന്നത് അല്ലേ? അതെ, തോന്നുന്നുണ്ടോ ക്വസ്റ്റ്യൻ മാർക്ക് നിങ്ങൾക്ക്? എഴുത്ത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല. ജനറലൈസ് ചെയ്ത് പറയാൻ കാര്യമില്ല. റൈറ്റേഴ്സിന് നല്ല പേയ്മെന്റ് കൊടുക്കണം എന്നുള്ളത് അത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സാധനമുണ്ട്, ഇൻഡസ്ട്രി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, അത്രേ ഉള്ളൂ. അത് നമുക്ക് കിട്ടിയല്ലോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. നമ്മളൊരു കണ്ടന്റ് എഴുതും, ഇപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട സമയം എന്ന് പറയുന്ന ഒരു 1.5 വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും ആ പ്രോജക്റ്റിനൂടെ. അപ്പം ആ 1.5 വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമുക്കൊരു റെമ്യൂണറേഷൻ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു പ്രോജക്റ്റായി റിലീസായി, നമ്മൾ റിലീസിൻ്റെ വരെ കൂടെ നിന്ന് അടുത്തൊരു പ്രോജക്റ്റ് എഴുതും, വീണ്ടും 1.5 വർഷമാണ്. 1.5 വർഷം പ്ലസ് 1.5 വർഷമാണ്. അപ്പോൾ ഈ നടുക്കത്തുള്ള സിനിമയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രതിഫലമാണ് ഈ 3 വർഷം നമുക്ക് ജീവിക്കാനുള്ളത്. പിന്നീട് 99% ആൾക്കാരും വേറെ ജോലിയില്ലാത്ത ആൾക്കാർ ഇല്ല, വേറെ ഇതിൽ ഇത്ര പേര് വേറെ. ഷബാസ് പറഞ്ഞ പോലെ നമുക്ക് മാത്രമല്ല തെറ്റ് എഫക്റ്റഡ് എന്ന് വെച്ചാൽ പണ്ടും പറഞ്ഞല്ലോ. ഇപ്പോൾ നേരത്തെ ജയ് പറഞ്ഞ പോലെ തന്നെ ഈ നമ്മൾ സിനിമയുടെ പുറകെ പോകുമ്പോൾ ശരിക്കും പറഞ്ഞ വിജയ് സാർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പാഷൻ പുറകെ നമ്മൾ പോകുന്നു. ദെൻ നിങ്ങളെന്ത് ഇതിനെക്കുറിച്ച് പറയുന്നത്? നമ്മുടെ പറയുന്നതിനേക്കാൾ ഉപരി ദോസ് ഹു ഡിപ്പെൻഡ് ഓൺ അസ് ദേ ഗെറ്റിംഗ് എഫക്റ്റഡ്. നമ്മുടെ അച്ഛനാവാം, അമ്മയായിരിക്കാം, ഭാര്യയായിരിക്കാം, കുട്ടിയായിരിക്കാം, അവരെ ആര് പോറ്റും? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എസ് എ സൂര്യ സാറൊക്കെ പറഞ്ഞത്. ഞാൻ എന്തുകൊണ്ടാണ് പുള്ളി ഇൻ്റർവ്യൂവിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഞാൻ കല്യാണം കഴിക്കാത്തതിനുള്ള കാരണം എന്ന് വെച്ചാൽ ഭാവിയിൽ എൻ്റെ പ്രശ്നങ്ങൾ വേറെ ആളെ എഫക്റ്റ് ചെയ്തത്, അതുകൊണ്ട് ഞാൻ കെട്ടാത്തതെന്ന്. സത്യം പറഞ്ഞാൽ അതാണ് എൻ്റെ പ്രണയമായതുകൊണ്ട് എനിക്ക് ഒരിക്കലും അയാളെ ചതിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് അയാൾ ഭാര്യയായിട്ട് വീട്ടിയിരിക്കണത്. ഞാൻ പറഞ്ഞു ഇതുപോലെ തന്നെ പലർക്കും ഉണ്ടോ, നമ്മളെല്ലാം കലാകാരന്മാരാണല്ലോ. അപ്പോൾ ഇതിൽ എഫക്റ്റ് ഇപ്പോൾ ഷബാസ് പറഞ്ഞാൽ തന്നെ 1.5 + 1.5 എന്ന് പറയുമ്പോൾ 36 മാസം. 36 മാസം വെച്ചാൽ സാധാരണ രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും ഒരു വീട്ടിൽ എന്തൊക്കെ അടവുകളും കാര്യങ്ങളും എന്തൊക്കെ ഉണ്ടാവും. പലചരക്ക്, അല്ലെങ്കിൽ ഒരു സ്കൂളിൽ പോക്ക്, അല്ലെന്നുണ്ടെങ്കിൽ അല്ലാതെ വരുന്ന കല്യാണങ്ങൾ, കാര്യങ്ങൾ, പല നമ്മുടെ സുഹൃത്തുക്കളുടെ ബർത്ത്ഡേ, എന്തൊക്കെ കാര്യങ്ങൾ വരും. ഇതിനൊക്കെ നമുക്ക് ചിലവുകളില്ലേ? സാധാരണ ഞാൻ പറഞ്ഞ മദ്യപാന പുകവലി ഇല്ലാത്തൊരു സദസ്സാണെങ്കിൽ, അങ്ങനെ ഒരാളാണെങ്കിൽ പോലും എന്തോന്നൊരു ചിലവുണ്ട്. ഈ ചിലവുകൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ ആദ്യം ഇവനൊക്കെ കുറേ കൂടി സമാധാനപ്രിയനാണ്. ഞാനാണ് ഇതിനകത്ത് ഞങ്ങളുടെ ഇരട്ടകളിൽ ഞാനായിരുന്നു പ്രശ്നക്കാരൻ. അപ്പോൾ പലപ്പോഴും ഈ നമ്മൾ ഒച്ചയുയർത്തുന്നവനെ നമ്മൾ റിബലായിട്ട് മുദ്ര കുത്തുക, അല്ലെങ്കിൽ അവൻ അഗ്രഷൻ കൂടുതലാണ്, അവൻ കാര്യം പറഞ്ഞ് നമ്മൾ പ്രശ്നക്കാരനാവുക. പക്ഷെ ഷബാസ് പറഞ്ഞു ഭയങ്കര വാലിഡ് പോയിന്റ്. 1.5 വർഷം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എളുപ്പമുള്ള പീരീഡാണ് ഞാൻ പറയും. നമ്മൾ നടക്കുന്നൊരു ശരിക്കും ഒരു റൈറ്ററുടെ ജീവിതത്തിൽ 3 ഘട്ടം ഉണ്ടെന്ന് പറയാം. ഒരു കഥ തുടങ്ങി എഴുതി സ്ക്രിപ്റ്റായി 1.5 വർഷമാവും, 2 വർഷം, 3 എഴുതി തീർക്കുന്ന ഒരു ഘട്ടം 1.5 വർഷം. അത് കഴിഞ്ഞ് ഇത് ഓണാക്കാൻ നടക്കുന്നൊരു പീരീഡുണ്ട്. അതാണ് സഹിക്കാൻ പറ്റാത്തൊരു പീരീഡ്. ഇതിന് വേണ്ടി നമ്മൾ കയറി അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ഡ്യൂറേഷൻ ഉള്ളത്. ആ ഓണാകുന്ന പീരീഡും കഴിഞ്ഞിട്ട് ആർട്ടിസ്റ്റിൻ്റെ അടുത്തെത്തിയ പ്രൊഡ്യൂസറായി, ഡയറക്ടറായി, എല്ലാം ആയി.
അവിടെ കഴിഞ്ഞിട്ട് ഷൂട്ട് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എളുപ്പമുള്ള പ്രോസസ്സാണ് റൈറ്ററെ സംബന്ധിച്ചോളം. റൈറ്റർക്ക് ഇച്ചിരി സമാധാനമുള്ള ഏരിയയാണ് അവിടെ. പക്ഷേ ഈ ആദ്യത്തെ 2 പ്രോസസ്സ് കടക്കുക എന്ന് പറയുന്നവൻ ജീവിതത്തിൽ രക്ഷപ്പെടും. ആ 2 പ്രോസസ്സ് പിടിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടാണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള 2 പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ എഴുത്തെല്ലാം കഴിഞ്ഞ് ഷൂട്ടെല്ലാം കഴിയുമ്പോൾ നമ്മുടെ പേരെവിടെ വരും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇപ്പോൾ നോർമലി വെക്കുന്നവരുണ്ട്, നമ്മൾ അതിനുവേണ്ടി എക്സ്ട്രാ എഫർട്ട് എടുക്കുന്നുണ്ട്. എനിക്കവിടെ വേണം, ഞങ്ങൾക്ക് സാധാരണ ഞങ്ങൾ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്, ഞങ്ങൾക്ക് ആ റൈറ്റ്. കാരണം നമ്മളാണല്ലോ ഒരു കഥ കൊണ്ടുവന്ന് ഇതാക്കി സീൻ ഓർഡറാക്കി അതൊരു സ്ക്രിപ്റ്റാക്കി എന്നുള്ളത്. അപ്പോൾ അതിന് ആ രീതിയിൽ റെസ്പെക്റ്റ് കിട്ടിയാൽ ഭയങ്കര സന്തോഷം ഉണ്ടാവും. അതിനുവേണ്ടി എഫർട്ട് എടുക്കേണ്ടി വരാതെ അവർക്കത് കൊടുക്കണമെന്നുള്ളൊരു പോയിന്റിലേക്ക് വന്നാൽ ഭയങ്കര അടിപൊളിയായിരിക്കും. പിന്നെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഫസ്റ്റ് പടം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇൻ്റർവ്യൂ ഒക്കെ കാണാൻ നമ്മുടെ വീട്ടുകാരും ഫ്രണ്ട്സൊക്കെ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ചു ചോദിക്കും, എടാ നിൻ്റെ ഇൻ്റർവ്യൂ മാത്രം കാണുന്നില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ബേസിക് ഇപ്പോൾ ഒരാൾ ഞങ്ങളോട് സംസാരിച്ചൊരു പോയിന്റ് എന്ന് പറയുന്നത്, റൈറ്റേഴ്സ് വന്നിരുന്നാൽ ഒരു റീച്ച് ഉണ്ടാകത്തില്ല. സീരിയസ് ഞങ്ങൾ കേട്ടൊരു പരിപാടിയാണ്. അല്ല, ഞങ്ങൾ എന്നെ ബോൾസിനെയും വെരി ഓണസ്റ്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ നെയ്മറിൻ്റെ ഞങ്ങളുടെ പ്രസ്സിൻ്റെ അവിടെ നിന്ന് ഞങ്ങളെ ഇൻസൾട്ട് ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. സീരിയസ്ലി. അത് ഇപ്പോൾ പറയണമെന്ന് വിചാരിച്ചല്ല, പറഞ്ഞില്ലെങ്കിൽ നാളെ വന്ന ആൾക്കാരെ പോലും അംഗീകരിക്കില്ല. ഞങ്ങൾ രാവിലെ ഇൻസൾട്ട് ഇൻ ദ സെൻസ് ഞങ്ങളെ വേണ്ട. അതായത് ഞങ്ങൾ ഇവിടുന്ന് മറ്റേ കോമ്പാക്ട് പൗഡറൊക്കെ മേടിച്ച് പുതിയ ഷർട്ടും പാൻറ്റും മേടിച്ച് നമ്മുടെ ഇവിടെ IBCയിൽ പോയിരിക്കുകയാണ് രാവിലെ. ഏതായാലും 8:30 മണിയായപ്പോൾ ഞങ്ങളൊരു 4-4:30 വരെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വെറുതെ ഡ്രസ്സ് മാറി. ഒരു മനുഷ്യൻ പോലും ഞങ്ങൾ കേട്ടോണ്ട് കാണില്ല. ഇവരെ കൊണ്ടുവന്നിരുത്തി കഴിഞ്ഞിട്ട് എന്ത് റീച്ച് കിട്ടാണ്. കോൾസിനോട് ഞാൻ പറഞ്ഞു, മോനെ മച്ചാനെ വിടാം, ഇറങ്ങിക്കോന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരുത്തനോടും ചോദിക്കാൻ നിന്നില്ല. ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിളി വന്നു, അയ്യോ നിങ്ങൾ ഈ ചാനലുകാർ വെയിറ്റ് ചെയ്യണ്ട, എന്തിന്, എൻ്റെ ആവശ്യമില്ല. അന്ന് രാത്രി നസ്ലിന് ഞങ്ങൾക്ക് 2 പേർക്കും വോയിസ് മെസ്സേജ് അയച്ചു, നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്, നിങ്ങളെ അന്വേഷിച്ച് വരും, നാളെ നിങ്ങളെ തേടി വരും, എനിക്കും വിഷമമായി ബ്രോ എന്ന് പറഞ്ഞ് ഒരു സംഭവം ഭയങ്കര ഇൻസൾട്ടിങ് ഞാൻ പറഞ്ഞ വളരെ മാനസികമായിട്ട് പറഞ്ഞ ഇമോഷണലി ഇതിപ്പോൾ നമുക്കിപ്പോൾ ചിലപ്പോൾ ഒരു 5 പടം ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമുക്ക് ഇൻ്റർവ്യൂ പോയി ഇരിക്കുന്നത് പോലും ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഫസ്റ്റ് സിനിമ എന്ന് പറയുന്നത് നമ്മൾ സക്സസ് ആയി കാണാൻ നമ്മൾ ഇൻ്റർവ്യൂ വന്നിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റിലുണ്ട്. നമ്മുടെ വീട്ടുകാർ, നമ്മുടെ വൈഫിൻ്റെ ഫാമിലി, അല്ലെങ്കിൽ നമ്മുടെ അത്രയും നാൾ നമ്മളെ കൊണ്ടുനടന്ന നമ്മുടെ ഫ്രണ്ട്സ്. അപ്പോൾ അവരൊക്കെ വിളിച്ചു ചോദിക്കാൻ നമ്മൾ പോകുന്നതിനേക്കാളും കൂടുതൽ അവരത് സെലിബ്രേറ്റ് ചെയ്ത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. നമുക്ക് ഭയങ്കര വിഷമം വരും. അതായത് എൻ്റെ പടം ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും എന്നെ വിളിച്ച് ചോദിക്കുന്നത്, നീ എന്താ ഇന്റർവ്യൂലൊന്നും ഇല്ലാത്തതെന്നാ ചോദിക്കുന്നത്. എല്ലാവരും കേട്ടിട്ടുണ്ടോ? എല്ലാവരും കേൾക്കുന്നയാ. എല്ലായിടത്തും ഉള്ള സംഭവം. എല്ലാവരും വീട്ടിൽ നിന്ന് ചോദിക്കുമ്പോഴാണ് നമുക്കൊരു വിഷമം വരുന്നത്. അപ്പൊ നമ്മൾ എന്തെങ്കിലും റീസൺ പറയും അവരോട്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ പേര് സ്ക്രീനിൽ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ പരിപാടി ഒന്നുമില്ല. അഭിനയിക്കാത്തവരുടെ കേസ് കേട്ടോ. അല്ല, മറ്റേ സാധനം എടുക്കും, നമ്മ പേസക്കൂടാതെ നമ്മ പടം പേസണം, അത് വെച്ചിട്ട് അങ്ങ് ആശ്വസിക്കും. അല്ല, മറ്റേ അഖില് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നമ്മളിപ്പോ വാല്യൂ, ഇപ്പൊ ആസ് എൻ ആക്ടർ നമുക്ക് വാല്യൂ വരണമെങ്കിൽ 2018 ഞാൻ ഒരു മണ്ടത്തരം പറ്റി എനിക്ക് വന്നു. എൻ്റെ അടുത്ത് ഇവിടെ ആരോ പറഞ്ഞു, ചേട്ടനെ വിളിക്കുന്നുണ്ടെന്ന്. അപ്പോൾ എന്നെ ഇവിടെ ഉദ്ദേശിച്ചത് ഇരിക്കൂ പിന്നെ വിളിക്കാന്നാണ് ഉദ്ദേശം. എനിക്കെന്താ മനസ്സിലായില്ല. എനിക്ക് 5 ചെയറേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചെയറില്ലല്ലോ, ലാലങ്ങളുണ്ട്, നരേനുണ്ട്, അജുണ്ട്, ഒരു ചെയർ ഇവിടെ നോക്കിയോ ചെയർ പറിക്കോ. ചേട്ടാ എന്തിനാട്ടാ ചെയർ, ചേട്ടൻ്റെ അടുത്ത് ഇരിക്കാൻ പറഞ്ഞല്ലോ, എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ കൂടെ ചമ്മൽ പറയണ്ട. അപ്പോൾ അതേ മീഡിയക്കാർ അവസാനം നമ്മുടെ കണ്ണൂർ സ്കോഡ് വന്നപ്പോൾ നമുക്ക് ചെയറിട്ട് ചേട്ടാ വന്നിരിക്കുന്നു. പക്ഷെ അംഗീകരിച്ചോണ്ട് ഞങ്ങളെല്ലാവരും നിങ്ങളെ അക്സെപ്റ്റ് ചെയ്തോണ്ടാണല്ലോ ഞങ്ങൾ ഇന്നിവിടെ ഇരിക്കണേ. അതെ, അത് വേറെ രീതിയിൽ അത് എല്ലാ വർഷവും റൈറ്റേഴ്സ് റൗണ്ട് ടേബിൾ എല്ലാവരും നടത്തട്ടെ. അതെ അതെ. ഇതിന് പ്രൊഡ്യൂസർക്ക് എന്താ പറയാ, കൊറോണ ധവാന്റെ പ്രൊഡ്യൂസർ അല്ലേ, ലൈൻ പ്രൊഡ്യൂസർ, നമ്മുടെ സുഹൃത്തുക്കളാണ് അതിന്റെ പ്രൊഡ്യൂസർ. അല്ല, എന്റെ സുഹൃത്തുക്കൾ, നമ്മുടെ എന്നെ കുഞ്ഞിലെ തൊട്ട് നമുക്ക് അറിയാവുന്ന എൻ്റെ അമ്മ പഠിപ്പിച്ചിട്ടുള്ള 2 പേരാണ് അതിന്റെ പ്രൊഡ്യൂസേഴ്സ്, ജെയിംസ് ചേട്ടനും ജെറോമേട്ടനും. അപ്പോൾ അവർ സിനിമ ചെയ്യാൻ വേണ്ടി എപ്പോൾ വന്നാലും എന്നെ വിളിക്കുമെന്ന് പറഞ്ഞിട്ട് സൂക്ഷം പോലെ മധുരമനോഹര ഷൂട്ടിംഗ് സമയത്ത് കൊറോണ ധവാൻ ഷൂട്ട്, അതുകൊണ്ട് എനിക്ക് അഭിനയിക്കാൻ പോലും പറ്റാത്തതിൻ്റെ വിഷയം ഇപ്പോഴും കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രീ സെക്ഷനിൽ ഇരുന്നിട്ടുണ്ടെന്നല്ല, ഞാൻ അതിലേക്ക് അത് ഇൻവോൾവ് ആയിട്ടില്ല. കംപ്ലീറ്റ്ലി അവരുടെ ഇഷ്ടത്തിന് അവർ ചെയ്തൊരു പരിപാടിയാണ്. അവർ മറ്റേ അതിൻ്റെ ഡയറക്ടേഴ്സും റൈറ്ററും എല്ലാം നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സാണ്. അപ്പോൾ അവർ ചെയ്തോട്ടെ, ഒരു ചെറിയ പരിപാടി ചെയ്യുന്നുണ്ട്, അത് വിട്ടാണ്, അല്ലാതെ ഒരു ക്രെഡിറ്റേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. വേറെ ഒരു പ്രേമുണ്ടായിരുന്നു, അത് അതിലൊരു അഡീഷണൽ സ്ക്രീൻ പ്ലേ ഡയലോഗ്സ് ക്രെഡിറ്റ്സ് അവർ തന്നിട്ടുണ്ട്. അത് ഈ പറയുന്ന പോലെ നമ്മൾ സുഹൃത്തുക്കളുടെ പടത്തിൽ ചെറുതായി സഹകരിക്കുമ്പോൾ അവർ തരുന്നൊരു സന്തോഷം എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ അത് നമ്മുടെ കഥയോ നമ്മുടെ തിരക്കഥയോ ഒന്നുമല്ല.
അതിൽ കുറച്ച് സീൻസ് എഴുതാൻ പറ്റിയിട്ടുണ്ട്. അത് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്താണ്. ഈവൻ പറയുകയാണെങ്കിൽ മധുരമനോരമത്തിനെക്കാട്ടിലും എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തന്ന കുറച്ച് സീനുകളുണ്ട്. കാരണം ആ സീനുകളൊക്കെ റീൽസിലൊക്കെ കട്ട് ചെയ്ത് വന്നിട്ട് ഷർഫാണെങ്കിലും അനാർക്കലിയൊക്കെ ആണെങ്കിലും നമുക്ക് അയച്ചു തരാറുണ്ട്. അതിലേട്ടൻ ഡയറക്ടർ അടിപൊളിയാണ്, പുള്ളിയാണെങ്കിലും നമുക്ക് അയച്ചു തരും. നമ്മൾ ഹാപ്പിയാണ്. ഒരു റീച്ച് ഉണ്ടല്ലോ, ഒരു പർട്ടിക്കുലർ ഓഡിയൻസ്, നമ്മളൊരു 96 ഫാൻ ആയതുകൊണ്ട് ആ ഒരു ഓഡിയൻസിലേക്ക് അത് പോയതുകൊണ്ട് വർക്കാണല്ലോ. അത് അതിൻ്റെ ഒരു റൈറ്റിംഗ് ക്രെഡിറ്റ്സും എനിക്കില്ല. ഏതാ പുതിയ പ്രോജക്റ്റ്? എൻ്റെ ഒരു ഹൊററാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഇൻ്റർവെല്ലിൽ എഴുതി പഞ്ച് വന്ന സമയത്ത് പാമ്പ് കടിച്ചു തന്നെ. കഥ എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടാണ് എഴുതുന്നത്. വേറെ ഒന്നുമല്ല, വീട്ടിൽ ഈ പറഞ്ഞ കണക്ക് 1.5 വർഷം എടുക്കുന്നു എന്ന് പറയുന്നത് നമ്മളൊരു ഇമോഷണൽ സീൻ എഴുതുന്ന സമയത്തായിരിക്കും വീട്ടിലെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുന്നത്. നമ്മൾ രണ്ടും കൂടെ കൊണ്ടുപോകുന്നത് ഭയങ്കര പാടാണ്. എനിക്ക് മനസ്സിലാക്കിയത് അങ്ങനെ എൻ്റെ കുറേ വർഷങ്ങൾ പോയിട്ടുണ്ട്. അവിടെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് മാറി നിന്ന് വർക്ക് ചെയ്താലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്ന് തോന്നി ഞാൻ മാറി നിന്ന് എഴുതുന്നത്. അപ്പം അതിനിടക്ക് ഒരു പാമ്പ് പ്രശ്നം അറിയോ, നമ്മൾ ഭയങ്കര കാര്യമായിട്ട് വയ്ക്കുമ്പം അരി തീർന്നു, പഞ്ചാര വാങ്ങിച്ചോണ്ടവാ, ഇത് വാങ്ങിച്ചോണ്ട്. അപ്പോൾ 1 മിനിറ്റ് ഒന്ന് പോയിട്ട് വന്നാൽ കൂടെ എന്നുള്ള സാധനമാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ 1 മിനിറ്റ് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഫ്ലോ അന്നത്തെ ദിവസത്തെ പോയി. അതാണ് മിക്സി ഓണൊക്കെ ഓണാക്കണ്ടോ? എല്ലാം ചെയ്യാത്തൊന്നുമില്ല. അച്ഛനിപ്പോ ഓക്കെയോ? കുഴപ്പമൊന്നുമില്ല. അച്ഛനിപ്പോൾ ഭയങ്കര പബ്ലിസിറ്റി അല്ലേ. അച്ഛന് ലോട്ടറി വിൽപ്പനയാണ്. അപ്പോൾ ഈ ഓസ്കാറിനൊക്കെ പോയപ്പോൾ അച്ഛന് ഈ ഓസ്കാർ എന്താണെന്ന് സംഭവം അറിയത്തില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ജംഗ്ഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ അച്ഛൻ്റെക്ക് വന്ന് കൈ കൊടുക്കുകയാണ്. കൺഗ്രാറ്റ്സ് അച്ഛനെ വിളിച്ചിട്ട് എന്താണ് മോനെ ഇവരെ കൈ തരുന്നത്? അവർ അച്ഛൻ ഓസ്കാർ അതെന്ത് സംഭവം? അവരച്ഛ അത് ഇന്ത്യയിൽ നിന്ന് നോമിനേഷൻ വരിക, അതെന്താ പൈസ ഒക്കെ കിട്ടുമോ? അതല്ല, ഇതൊരു ഭയങ്കര സംഭവമാണ് അച്ഛാ. എന്താ ഞാൻ ഒരു ദിവസം എടുത്ത് അത് പറഞ്ഞു കൊടുക്കാം. അപ്പം അങ്ങനെ ഒരു വ്യക്തിയാണ്. അപ്പം ഭയങ്കര സപ്പോർട്ടാണ്, ഭയങ്കര സന്തോഷമാണ്. അതായത് നമ്മുടെ പേരൻസ് ഇപ്പം എല്ലാവരും നിങ്ങളുടെ എങ്ങനെ തന്നെ ആയിരിക്കും, നമ്മളൊന്ന് തിരിച്ചറിഞ്ഞ് ആൾക്കാർ വന്ന് അവരോട് പറയുമ്പോൾ ഉള്ളത് അവരുടെ ഒരു ഇത്. പണ്ട് ഭയങ്കര ചകടയായിരുന്നു. അയ്യോ, കഥ എഴുതാൻ സമ്മതിക്കത്തില്ലായിരുന്നു. അല്ല ബ്രോ, ഇതിന്റെ ഒരു കറക്റ്റ് പോയിന്റ് ഇപ്പൊ അഖില് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പാഷന്റെ പുറകെ ഇറങ്ങിപ്പോയപ്പോൾ നമ്മുടെ ജോലി കളഞ്ഞു അല്ല എൻ്റെ രീതി. ഏറ്റവും ലാസ്റ്റ് പോയിന്റിൽ നമ്മൾ എഴുതാറാവുന്ന നമ്മളൊരു മൂത്ത അവസ്ഥയിൽ നമുക്ക് നമ്മുടെ വീട്ടുകാരെന്നെ ഒന്ന് കാണണമല്ലോ. നമ്മുടെ സാധനം നമ്മൾ വിട്ട് ആ വീട്ടുകാരൊന്ന് സന്തോഷിക്കുന്ന ഒരു മൊമെൻറ്റോ നമ്മുടെ പേര് തിയേറ്ററിൽ കാണിക്കുമ്പോൾ അതിലേക്ക് വരണം എന്നൊരു ആഗ്രഹിക്കത്തില്ല. ആ പോയിന്റ് അച്ഛൻ്റെ ആ മൊമെൻ്റ് ആയിരിക്കും അഖിലിൻ്റെ ജീവിതത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സന്തോഷം. അതുപോലെ എനിക്ക് എൻ്റെ പേരൻസിന് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്, ഇവർക്കെല്ലാം കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവും. അത് തന്നെയാണ് എല്ലാ റൈറ്റേഴ്സും നോക്കുന്ന ഒരു സാധനം. പുതിയ പ്രോജക്റ്റ് മിക്കവാറും സ്റ്റെഫിയായിട്ട് തന്നെ ഒരു സംഭവം. ഞാൻ പ്രവീൺ ചേട്ടനും ഞാനിവിടെ കോറൈറ്റ് ചെയ്യുന്ന JSK എന്ന് പറഞ്ഞ പടം ഷൂട്ട് കഴിഞ്ഞ് നിൽക്കുകയാണ്. സുരേഷ് ഗോപി സാറിൻ്റെ പടം. പിന്നെ ഒരു പടം പ്രീ നടക്കുന്നുണ്ട്, അത് അവർ അനൗൺസ് ചെയ്യട്ടെ. ഞാൻ ഒന്നും പറയാൻ ആയിട്ടില്ല. ഡയറക്ഷനാണോ? അല്ല ഡയറക്ഷനുള്ള എഴുത്ത് തന്നെയാണ്. അപ്പോൾ ഒന്നും പറയാനായിട്ടില്ല, എല്ലാം പറയും. സെറ്റപ്പ് ഒന്നും ഞാൻ ഇമ്മീഡിയറ്റ്ലി ഒരു സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞു. അതൊരു ഫാമിലി കോമഡിയാണ്, ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ പരിപാടി ഉണ്ട്. പിന്നെ ഞങ്ങളെല്ലാം കോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള പരിപാടികൾ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള നടക്കുന്നുണ്ട്. എന്തായാലും ഉടനെ തന്നെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ചെയ്യണം. ബേസിലായിട്ടാണ് ഒരു ഡയറക്ടോറിയൽ രൺബീർ ഹിന്ദി പടാണോ? മാത്തുക്കുട്ടിയുടെ ഒരു അല്ല ഇത് പറയാം, രൺബീറിന്റെ ഹിന്ദി പടാണോ? മാത്തുക്കുട്ടി ഹെലന്റെ മാത്തുക്കുട്ടി സേവ്യറിന്റെ ഒരു പടം കൂടെ എഴുതുന്നുണ്ട്. പുറത്ത് പറയാറായിട്ടില്ല. ഷവാസ് പറഞ്ഞു ഉണ്ണിയണ്ണുണ്ടി ഒരെണ്ണം എഴുതുന്നുണ്ട്. ഉണ്ണിയണ്ണു വേണ്ടിയിട്ട് ഞാൻ വേറെ പ്രത്യേകിടുന്നുണ്ട്. ഞാൻ കുറച്ച് നേരം അഭിനയിക്കണം. കാരണം ഞാൻ അഭിനയത്തിന് മാറിയെന്ന് പറഞ്ഞൊരു സംഭവം ഇപ്പോൾ ഭയങ്കരമായിട്ട് എങ്ങനെയോ അഭിനയിക്കാൻ പരിപാടികളൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ചാൾ ഞാൻ എഴുത്ത് പരിപാടി നിർത്തി. അവൻ മുമ്പോട്ട് തന്നെ ഗംഭീരമായിട്ട് പോകുന്നുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, ഈ വർഷം 2020 മുതൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാള സിനിമ ഏത്? അടുത്ത വർഷം നിങ്ങൾ കാത്തിരിക്കുന്ന സിനിമ ഏത്? ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാള സിനിമ കണ്ണൂർ സ്ക്വാഡ്. കാതൽ നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. പേഴ്സണലി എനിക്ക് കാതൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കും കാതൽ 2018 എല്ലാം ഇഷ്ടമാണ്. പക്ഷെ കുറച്ചും കൂടെ പിന്നെ ഒരു മൂവി ഇവിടെ ഉണ്ട്, ശേഷം മൈക്കിൾ ഫാത്തിമ. ഞാൻ ഫസ്റ്റ് ഡേ കണ്ടായിരുന്നു. എനിക്ക് ആ പടം എന്താറില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ഓം ശാന്തി ഓശാന ടൈപ്പ് ഒരു നായികയുടെ ഇതാണ്. പക്ഷേ ഇത് ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞ അമ്മ ആലപ്പുഴ കാണാനായിട്ട് പോയപ്പോൾ അവർ പോയി നിൽക്കുമ്പോൾ പറയുകയാണ് അമ്മ, എടാ മോനെ ഒരു 5 പേരെ കൂടെ വിടുവോ? അല്ല, എനിക്ക് സങ്കടം തോന്നി ഭയങ്കരമായിട്ട്. അതൊരു നല്ലൊരു പടമാണത്. അത് പക്ഷേ തിയേറ്ററിൽ നിന്ന് മാറുന്നു എന്ന് കേൾക്കുമ്പോൾ ഉള്ളൊരു വിഷമമില്ലേ. അപ്പം ഈ വർഷം എനിക്ക് അതും കൂടെ ഇഷ്ടപ്പെട്ടൊരു മോഹൻലാൽ അവതരിക്കുന്നു ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണെങ്കിൽ ആടുജീവിതം. എന്താന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു നോവലിസ്റ്റും കൂടെ ആണ്. അപ്പം അതൊരു ബുക്കിൽ നിന്നിട്ട് വരുന്നൊരു മൂവി ആകുമ്പോൾ എനിക്കും അതൊരു പ്രതീക്ഷയാണ്. സോ ഓഫ് കോഴ്സ് ആടുജീവിതം. നമ്മുടെ വിഷ്വൽ എ റഹ്മാൻ അല്ലേ? അതെ അതെ അതെ. കുറെ കാലത്തിന് ഷെയർ റഹ്മാൻ സാർ ഇങ്ങോട്ട് വരുന്നൊരു പടം കൂടിയാണല്ലോ. ഓഫ് കോഴ്സ് ആടുജീവിതം ഉണ്ട്.
പിന്നെ നാസിൻ്റെ അടുത്ത പടം. ഈ വർഷം ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ? എനിക്ക് ആദ്യം പറഞ്ഞ ഈ പടങ്ങളൊക്കെ ഇഷ്ടമാണ്. ഇവരുടെ എല്ലാവരുടെയും പടങ്ങൾ ഇഷ്ടമാണ്. നമുക്ക് ഓരോ പടത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അത് കാരണം എനിക്കിങ്ങനെ ചൂസ് ചെയ്യാനൊന്നും അറിയില്ല, ഹോണസ്റ്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ എൻ്റെ സിനിമകൾ ഞാൻ വളരെ ആസ്വദിച്ചിരുന്നു. നമ്മളെല്ലാവരും നല്ലതായതുകൊണ്ടാണല്ലോ ഇവിടെ വന്നിരിക്കണേ. എല്ലാവരും സിനിമകൾ ഇഷ്ടപ്പെട്ടിരുന്നു. അടുത്ത വർഷം കാണാൻ ആഗ്രഹിക്കുന്ന സിനിമ എനിക്ക് ബ്രഹ്മയുഗം ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ട് കാത്തിരിക്കുന്ന സിനിമയാണ്. പിന്നെ ഉറപ്പായിട്ടും വാലിബൻ ഉണ്ട്. ഈ വർഷം നമ്മുടെ സിനിമകളൊക്കെ പേഴ്സണലി ഇപ്പോൾ ഇവർ അബ്ഡേറ്റ്സ് 2018 ഒക്കെ ഇഷ്ടമാണ്. എനിക്ക് ഓ ബേബി ഇത്തിരി പ്രിയപ്പെട്ട ഒരു സിനിമയാണ്. എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു ആ സിനിമ. പിന്നെ കാത്തിരിക്കുന്നതിൽ ബ്രഹ്മയുഗം ഉണ്ട്. പിന്നെ പുറത്തെ കുറച്ച് സിനിമകളൊക്കെ കാത്തിരിക്കുന്നതിൽ ഇഷ്ടം. ബേസിൽ രൺബീർ കപൂർ സിനിമ കാത്തിരിക്കുന്നത് അത് വിടുന്നില്ല. ബേസിലായിട്ട് ഒരു പ്രോജക്റ്റ് നമ്മൾ വേറെ 2 പരിപാടികൾക്ക് പ്ലാൻ ചെയ്യുന്നത്. അത് ഫൈനൽ ആകുന്നുള്ളൂ എല്ലാ കാര്യങ്ങളിലേക്കും. എല്ലാവരും കൂടെ ചോദിക്കുന്നു, പക്ഷേ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഫൈനലാകുമ്പോൾ അനൗൺസ് പയ്യ ഉണ്ടാവുള്ളത്. പുള്ളിയും ആക്ടിങ് പരിപാടികളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് സമയത്തിന് വരുമായിരിക്കും പുള്ളിയുടെ ഡിസിഷൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാതലാണ് ഈ വർഷത്തെ. പിന്നെ RDX. ഇത് രണ്ടും ഇവരാണ് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് ഇവരെ പേഴ്സണലി സംസാരിച്ചാണ് ഒരുപാട് ഇതിനെപ്പറ്റി. രണ്ടും ഇഷ്ടപ്പെട്ട പടമാണ്. പിന്നെ കാത്തിരിക്കുന്ന പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മയുഗം, പിന്നെ ലൂസിഫർ സെക്കൻഡ് പാർട്ട്. അതല്ല ഞാൻ പറയാത്തെ. അപ്പോൾ അടുത്ത വർഷം ടർബോ ഉണ്ട് കേട്ടോ. ടർബോ ഉണ്ട്. വാലിബൻ. ഇപ്പം കാത്തിരിക്കുന്ന ഈ പടങ്ങളൊക്കെ തന്നെ. അപ്പോൾ നമുക്ക് അതിൻ്റെ ചെയ്യാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു.